ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ദൈവവചനം കേൾക്കേണ്ടതിന് ആവേശപൂർവ്വം വന്നുയർന്നിട്ടുള്ള ദൈവമക്കൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ഖൊയർ, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിശേഷിച്ച് ഇന്നത്തെ അധ്യക്ഷൻ ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഈ മൈക്ക് മാറ്റിത്തരാം. ഈ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ കെ കോശി അവർകൾ, അതുപോലെ QMBC പ്രസിഡന്റ് പാസ്റ്റർ സാം കെ ജോർജ്, അതുപോലെ എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ജോസ് ബേബി ഉൾപ്പെടെ ബഹുമാന്യരായ ദേവദാസന്മാർ, എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖങ്ങൾ കൂടാതെ വേഗം നമ്മൾ ദൈവവചനത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിനു മുൻപ് ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങാം. ദയവായി എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, അധരങ്ങൾ തുറന്നാട്ടെ. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവ സാന്നിധ്യത്തെ പ്രതീക്ഷിച്ച് എല്ലാവരും ചേർന്നൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഈ അറ്റ്മോസ്ഫിയറിൽ ദൈവമഹത്വം ഇറങ്ങി വരട്ടെ. ഈ അറ്റ്മോസ്ഫിയറിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. വാ തുറന്നെല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പാടിക്കേ. നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ രാജാതി രാജാവേ, കർത്താതി കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണമേ. ആത്മമണ്ഡലത്തെ തുറന്ന് തരണമേ. ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. കൃപയുടെ വചനത്തിന്റെ സാക്ഷ്യം പറയണമേ. ഇന്ന് രാത്രി വലിയ ചലനങ്ങൾ ഞങ്ങളുടെ നടുവിൽ സംഭവിക്കട്ടെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. സ്വർഗം ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഉച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നമുക്കറിയാം, ധന്യനായ യോഹന്നാൻ സ്ലീഹയിലൂടെ പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവ്
നൽകിയിട്ടുള്ള പുതിയ നിയമത്തിന്റെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ അപ്പോസ്തലന്റെ ഏറ്റവും വലിയ സവിശേഷത, അദ്ദേഹം സുവിശേഷം എഴുതി, യോഹന്നാന്റെ സുവിശേഷം. അദ്ദേഹം ലേഖനം എഴുതി, 1, 2, 3 ലേഖനങ്ങൾ. അദ്ദേഹം പ്രവചനം എഴുതി, വെളിപ്പാട് പുസ്തകം. എന്നാൽ ഇതര എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം എഴുതിയവർ ലേഖനം എഴുതിയില്ല, ലേഖനം എഴുതിയവർ സുവിശേഷം എഴുതിയില്ല, ഇനി അങ്ങനെയുള്ളവർ പ്രവചനം എഴുതിയില്ല. പക്ഷേ ഈ 3 മേഖലകളെ ഒരുപോലെ കൈകാര്യം ചെയ്ത എഴുത്തുകാരനാണ് ധന്യനായ യോഹന്നാൻ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പൊതു സ്വഭാവം ക്രിസ്തുവിജ്ഞാനീയ രചനകളാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഉള്ളത് എന്നുള്ളതാണ്. ക്രിസ്തുവിജ്ഞാനീയം എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്റ്റോളജിക്കൽ റൈറ്റിംഗ്സ് ആണ്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം, നിത്യത്വം, ആളത്വം എന്നിവയാണ് യോഹന്നാൻ പ്രധാനമായും വിഷയമാക്കിയിട്ടുള്ളത്. അത് സുവിശേഷം എടുത്താൽ, ലേഖനം എടുത്താൽ, പ്രവചനം എടുത്താൽ അതാണ് നമ്മൾ കാണുന്നത്. ഞാൻ സുവിശേഷത്തെയും ലേഖനത്തെയും വിട്ടിട്ട് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വെളിപ്പാട് പുസ്തകത്തെ, പ്രവചന ഗ്രന്ഥത്തെ മാത്രം വിരൽ ചൂണ്ടിയാൽ മറ്റാരും പറയാത്ത ക്രിസ്തുവിജ്ഞാനീയ വാക്കുകൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശു ക്രിസ്തുവിന് ഏതാണ്ട് 105 പരം നാമങ്ങളുണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ. ആ 105 പരം നാമങ്ങളിൽ ഏറ്റവും അധികം നാമങ്ങൾ എഴുതിയിട്ടുള്ളത് വെളിപ്പാട് പുസ്തകത്തിലാണ്. നിങ്ങൾ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കിയാൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറയുന്നത് കാണാം. ആ ഇരിക്കുന്നവൻ വ്യക്തിനാമമാണ്, ഇരുന്നവൻ വ്യക്തിനാമമാണ്, വരുന്നവൻ ഒരു വാക്യത്തിലെ 3 നാമങ്ങളാ ഈ പറഞ്ഞത്. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് തന്നെ കാണുന്നുണ്ട്. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർക്കുന്നവൻ. 7-ാമത്തെ വാക്യം വേറെങ്ങും പറയാത്ത വാക്ക, മേഘാരൂഢനായി വരുന്നവൻ. 8-ാമത്തെ വാക്യം അൽഫ ഒമേഗ, അവിടെ ഇരിക്കുന്നവൻ ഇരുന്നവനുമായി. അടുത്ത വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണം, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിത്യത്വത്തിനെതിരെ, വ്യക്തിത്വത്തിനെതിരെ, ദൈവത്വത്തിനെതിരെ കടന്നാക്രമണം നടത്തുന്ന റസൽ മതക്കാരുൾപ്പെടെ, ദാവ മതക്കാരുൾപ്പെടെയുള്ളവരെ കണ്ടം വഴി ഓടിക്കുന്ന പ്രയോഗമായി ഇവിടെ കിടക്കുന്നത്. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അടിവരയിട്ട് അവിടെ തെളിയിച്ചിരിക്കുകയാണ്. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഇങ്ങനെ ക്രിസ്തുവിജ്ഞാനീയ രചന എന്ന് വിളിക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ 2-3 അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 7 സഭകളോടുള്ള ദൂതാണ്. ഈ ബോർഡ് മാറ്റിയിട്ട് എനിക്ക് വാക്യം കാണിക്കണേ. 7 സഭകളോടുള്ള ദൂതാണ്. ആ 7 സഭകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ മനപ്പാഠം അറിയാം. എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലബോദിക്ക. 7 സഭകൾ. ഈ 7 സഭകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ 7 സഭകൾ നിലവിലുണ്ടായിരുന്നതും അപ്പോൾ തന്നെ പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാപണം വരെയുള്ള 7 സഭാകാലങ്ങളുടെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, യോഹന്നാൻ പ്രവചിക്കുമ്പോൾ ഈ 7 സഭകൾ നിലവിലുണ്ടായിരുന്നു. അവയുടെ 7 സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അതാണ് പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാപണം വരെയുള്ള സഭകളുടെ 7 സ്വഭാവങ്ങളുമായി ഇതിനെ കണക്ട് ചെയ്താണ് പൊതുവെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഓരോ വാക്കിൽ ഞാനൊന്ന് പറയാം.
ഈ എഫെസോസ് ചർച്ച് അതിനെ പൊതുവിൽ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അതിൻ്റെ പൊതു സ്വഭാവം ദ ലവ്ലെസ് ചർച്ച് എന്നാണ്. സ്നേഹത്തിൻ്റെ രാഹിത്യമുള്ള സഭ. ഈ ലവ്ലെസ് ചർച്ചിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ അതിൻ്റെ കാലഘട്ടം ഏതാണ്ട് ഈ AD 30 മുതൽ അഥവാ പെന്തക്കോസ്ത് മുതൽ AD 100 വരെയുള്ള കാലഘട്ടങ്ങളാണ്. രണ്ടാമത്തെ സഭ സ്മുർന. സ്മുർന എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ്, മൂര് എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. ദ പെർസിക്യൂട്ടഡ് ചർച്ച് അത് AD 100 മുതൽ AD 313 വരെയുള്ള ചർച്ചാണ്. എന്തുകൊണ്ടാണ് അതിനെ പെർസിക്യൂട്ടഡ് ചർച്ച് എന്ന് വിളിക്കുന്നത്? ഉലക ചരിത്രത്തിൽ സഭ പീഡിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും അധികം സഭ പീഡിപ്പിക്കപ്പെട്ട കാലം AD 100 മുതൽ 313 വരെയുള്ള കാലങ്ങളാണ്. എന്താണ് ഈ 313 എന്ന് പറയുന്ന അവസാനത്തെ സമയം? അതാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മതപരിവർത്തനം നടത്തിയ ആ കാലഘട്ടം എന്ന് പറയുന്നത്. അതുവരെ പീഡിപ്പിക്കപ്പെട്ട സഭ ഒറ്റ ദിവസം കൊണ്ട് രാജകീയ സഭയായി മാറുകയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ പെർസിക്യൂട്ടഡ് ചർച്ച് എന്ന് വിളിക്കുന്നത്. 313 വരെയുള്ള കാലഘട്ടം. അടുത്തത് പെർഗമോസ് ചർച്ചാണ്. ദ കോംപ്രമൈസിംഗ് ചർച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത്. ദ കോംപ്രമൈസിംഗ് ചർച്ച്. ചർച്ചു പലതിനോടും കോംപ്രമൈസ് ചെയ്ത, മനപരിവർത്തനത്തിന്റെ അപ്പുറത്തും മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയ. ചക്രവർത്തി മതപരിവർത്തനം നടത്തിയപ്പോൾ ചക്രവർത്തി ഭയത്തിൽ വലിയ ഒരു സമൂഹം മതപരിവർത്തനത്തിലേക്ക് വരികയാണ്. അവിടെ മനപരിവർത്തനം സംഭവിക്കാതെ മതപരിവർത്തനം സംഭവിച്ചപ്പോൾ അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, ജാതീയ ആരാധനാ സംസ്കാരങ്ങൾ ഇവയെല്ലാം സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറി. അതിനെയല്ല സഭ അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് ദ കോംപ്രമൈസിംഗ് ചർച്ച് എന്ന് പറയുന്നത്. നമുക്ക് ആ കാലഘട്ടത്തിന്റെ പഠിപ്പിക്കലുകൾ തന്നെ പലതും അതിനകത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിക്കോലാബിയരുടെ ഉപദേശത്തെ കാണാൻ കഴിയുന്നുണ്ട്, ബിലയാമി ഉപദേശത്തെ കാണാൻ കഴിയുന്നുണ്ട്. എന്തിനേയും സഭ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ദ കോംപ്രമൈസിംഗ് ചർച്ച് എന്ന് പറയുന്നത്. അടുത്ത ചർച്ച് തുയഥൈരയാണ്. ഈ തുയഥൈര ചർച്ചിനെ വിളിക്കുന്ന പേരാണ് ദ കറപ്റ്റ് ചർച്ച്. ഏതാണ്ട് 313 മുതൽ തുടരുന്നതാണ് പെർഗമോസിന്റെ കാലഘട്ടമെങ്കിൽ തുയഥൈര ചർച്ചിന്റെ സ്വഭാവമുള്ള സഭാ കാലയളവ് 538 മുതൽ 1516 വരെയുള്ള കാലഘട്ടം. ഈ ദ കറപ്റ്റ് ചർച്ച് എന്ന് പറയുമ്പോൾ ബൈബിളീകമല്ലാത്ത സകല അനാചാരങ്ങളും ഇന്ന് റോമൻ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള വിവിധ സഭാ സമൂഹങ്ങൾ കൊണ്ടാടുന്ന സകല ദുരന്തങ്ങളും സഭയ്ക്കകത്തേക്ക് വലിഞ്ഞു കയറിയ കാലഘട്ടമാണ് ഈ തുയഥൈര സഭയുടെ ദ കറപ്റ്റ് ചർച്ചിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്താണ് ഈ 516 അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ശേഷമാണ് ഈ സർദീസ് സഭയുടെ കാലഘട്ടം ഉണ്ടാകുന്നത്. ആ സഭ ദ ഡെഡ് ചർച്ച് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഈ സഭാ കാലയളവ് എന്ന് പറയുന്നത് സഭ അബദ്ധ ഉപദേശങ്ങൾക്കെതിരെ ശക്തിയോടെ വീശിയടിച്ച ഒരു കാലഘട്ടം. നമുക്കറിയാം, ഈ പിറ്റ്സ്ബർഗ് ദേവാലയത്തിന്റെ ഭിത്തിമേൽ 96 കന്യകകളുള്ള ഒരു പ്രബന്ധം എഴുതിക്കൊണ്ട് ഈ റോമൻ കത്തോലിക്ക സഭയോട് മാർട്ടിൻ ലൂതർ വിട പറഞ്ഞ് നവീകരണത്തിന്റെ കൊടുങ്കാറ്റായി യൂറോപ്പിന്റെ മണ്ണിൽ വീശിയടിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്. അത് ഉപദേശങ്ങൾക്കെതിരെ, ദുരുപദേശങ്ങൾക്കെതിരെ, കറപ്ഷനെതിരെ വളരെ പ്രതികരിച്ച കാലമാണെങ്കിലും അത് ഡെഡ് ചർച്ച് എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. ഏതാണ്ട് 1516 മുതൽ 1750 വരെയുള്ള കാലഘട്ടം. അടുത്ത ചർച്ചാണ് ഈ ഫിലദൽഫിയ ചർച്ച്. ഈ ചർച്ചിനെ വിളിക്കുന്ന പേരാണ് ദ ഫെയ്ത്ത്ഫുൾ ചർച്ച്. 1750 മുതൽ ഏതാണ്ട് 1900 വരെയുള്ള കാലഘട്ടം. നിങ്ങളെ കാലഘട്ടത്തെ വളരെ കൃത്യമായിട്ട് ചർച്ച് ഹിസ്റ്ററിക്കകത്ത് പഠിച്ചാൽ ഉലകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തന്മാരായ അഭിഷക്തന്മാർ ഉദയം കൊണ്ട കാലഘട്ടം ഈ ഫെയ്ത്ത്ഫുൾ ചർച്ചിന്റെ കാലഘട്ടമാണ്. ഈ ഫിലദൽഫിയ ചർച്ചിന്റെ കാലഘട്ടമാണ്. ജോൺ വെസ്ലി, ചാൾസ് ഫിന്നി ഉൾപ്പെടെയുള്ള അഭിഷക്തന്മാർ ലോകം കണ്ടത് ആ കാലഘട്ടത്തിലാണ്. ഏതാണ്ട് 1900 മുതൽ ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലൂടെ തുടരുന്നതും ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ, ഒന്നും കൂടെ പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാപണം വരെ തുടരുന്നതുമായ സഭാ കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. ലവോദിക്ക ചർച്ച്, ദ ലുക്വാം ചർച്ച്. ഈ ഉഷ്ണമാനുമല്ല
ശീതപാനുമല്ല. ശീതോഷ്ണാവസ്ഥയിലായിരിക്കുന്ന ആ ചർച്ച്, നമ്മളായിരിക്കുന്ന ഈ സഭാ കാലയളവിന്റെ പൊതു സ്വഭാവം അതാണ്. അപ്പോൾ ഇങ്ങനെ 7 സഭകൾക്ക് ദൂതെഴുതുകയാണ്. 7 സഭകൾ, ഒന്നുകൂടെ ഞാൻ പറയാം, നിലവിലുള്ളവയായിരുന്നെങ്കിലും ആ സഭകളുടെ സ്വഭാവം പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാപണം വരെ നിലനിന്ന 7 സഭാകാലങ്ങളുടെ സ്വഭാവത്തെ കൂടെ ഉൾക്കൊള്ളുന്നതായിരുന്നു. അപ്പൊ ഈ സഭകളിൽ ഒന്നായ ലവോദിക്ക സഭയ്ക്ക് എഴുതുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, ലവോദിക്ക സഭയുടെ ദൂതന് എഴുതുക. അവിടെ ഒരു ചോദ്യം, ആരായിരുന്നു ഈ സഭയുടെ ദൂതൻ? സഭയുടെ ദൂതൻ ആരായിരുന്നു എന്ന ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയും. സഭയുടെ ദൂതൻ ശുശ്രൂഷകനാണ്. ചോദ്യം, ശുശ്രൂഷകനെ ദൂതൻ എന്ന് വിളിക്കാമോ? വിളിക്കാമെന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് ആ കാര്യത്തിൽ ഒരർത്ഥശങ്കയുടെയും ആവശ്യമില്ല. ഹഗ്ഗായി പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതനായ ഹഗ്ഗായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയുടെ ദൂതനായ ഹഗ്ഗായി. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ എന്ന് വായിക്കുന്നുണ്ട്. ഈ വാക്യം പ്രൊജക്ട് ചെയ്യുന്ന ആൾ എന്നോടൊപ്പം വേഗം വരണേ, ഞാൻ പറഞ്ഞു തീരുമ്പോഴേക്കും കാണിക്കണം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ എന്ന് വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ ദൂതന്മാർ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് സഭയുടെ ദൂതൻ എന്ന് ചോദിച്ചാൽ ആ സഭയുടെ ശുശ്രൂഷകനാണ്. ഇനി ഈ ലവോദിക്ക എന്ന ആ വാക്കിനെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഫ്രിജിയയിലെ ലൈക്കസ് താഴ്വരയിൽ സ്ഥിതി ചെയ്ത ഒരു പട്ടണമാണ് ലവോദിക്ക എന്ന് പറയുന്ന ഈ പട്ടണം. ഇതിനൊരു ആരാധന രീതിയുണ്ട്. സിയുസ് ദേവൻ ഉൾപ്പെടെയുള്ള അനേക ഗ്രീക്ക് ദേവതകളെ ആരാധിച്ച ഒരു പട്ടണമാണ് ഈ പട്ടണം. അത് ഒരു സാമ്പത്തികമായി ഉയർന്ന ലെവലിലുള്ള ഒരു പട്ടണമാണ്. എല്ലാം കൊണ്ടും ഈ പട്ടണം ജാതീയ സംസ്കാരവുമായി ഇടകലർന്ന് ജീവിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ ലവോദിക്ക സഭയ്ക്കുള്ള ലേഖനം കർത്താവ് എഴുതുമ്പോ ആ ലേഖനത്തിൽ കർത്താവ് തന്നെ കുറിച്ച് പറയുന്ന ഒരു റെവലേഷൻ ഉണ്ട്. എന്താണ്? വിശ്വസ്തനും, എല്ലാവരും കൂടെ പറഞ്ഞേ, സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അവിടെ ആ വാക്കുകളുടെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 7 സഭകൾക്കുള്ള ലേഖനങ്ങൾ നോക്കുമ്പോഴും 7 ലേഖനങ്ങളുടെ ഉത്ഭവത്തിലും കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് ഇതുപോലൊരു വെളിപ്പാട് പറയുന്നുണ്ട്. ഞാൻ റെഫറൻസുകൾ പറയാം, പെട്ടെന്ന് എന്നോടൊപ്പം പ്രൊജക്ട് ചെയ്ത് പോരണം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം എഫെസോസിനോട് പറയുമ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇനി 2-ാം അധ്യായം 8-ാമത്തെ വാക്യം സ്മുർണയോട് പറയുക, ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. 2:12 പെർഗമോസിനോട് പറയുക, മൂർച്ചയേറിയ ഇരുവായുത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. 2:18 തുയഥൈരിയോട് പറയുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. 3:1 സർദീസിനോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്. 3:7 ഫിലദൽഫിയോട് പറയുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 3:14 ലവോദിക്കയോട് കർത്താവ് പറയുന്നു, ഞാൻ വിശ്വസ്തനാണ്, ഞാൻ സത്യവാനാണ്, ഞാൻ സാക്ഷിയാണ്, ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേനാണ്. അവിടെ ഒരു ചോദ്യം, കർത്താവേ എന്തിനാണ് എല്ലാ ചർച്ചിനോടും അങ്ങ് ഇതുപോലൊരു വെളിപ്പാട് പറഞ്ഞത്?
ഉത്തരം ഒന്നേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ സഭകൾക്കും വേണ്ടുന്ന റവലേഷൻ ദാവീദിന്റെ റവലേഷൻ അല്ല, ഗോലിയാത്തിന്റെ റവലേഷൻ അല്ല, ഏലിയാബിന്റെ ഏലിശയുടെയും അങ്ങനെ പഴയ നിയമത്തിന്റെ വീരനായകന്മാരുടെയും റവലേഷൻ അല്ല. സഭയ്ക്ക് വേണ്ടുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. കാരണം സഭയ്ക്കുണ്ടാകേണ്ടുന്ന സമാനത ക്രിസ്തു സമാനതയാണ്. പിടികിട്ടുന്നു എന്ന എന്റെ ചിന്ത. എന്റെ പ്രിയരെ, ക്രിസ്തു സമാനതയിലേക്ക് നമ്മൾ വർദ്ധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആത്മീക ജീവിതത്തിൽ എന്തെല്ലാം പ്രകടനങ്ങൾ നടത്തിയിട്ടും അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ക്രിസ്തു സമാനത ഉണ്ടാകേണ്ടുന്നതാണ്. തെളിയിക്കാനായിട്ട് ഞാനൊരു 3-4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്കേറെ പ്രിയമുള്ള വാക്യമാണ്. അവിടെ വായിക്കുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാർ ആകുന്നു എന്ന് അറിയുന്നു. മിക്കവാറും ആളുകൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല വേണ്ടുന്നത്, അവിടെ കോമയാണ് വേണ്ടുന്നത്. കാരണം അവിടെ ആ വാക്യം നിർത്താൻ പാടില്ല. കാരണം 3-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ക്രിസ്തു സമാനത ആവശ്യമുള്ള കാര്യമാണെന്ന്. അവിടെ വായിക്കുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞു എന്നാ? ഒന്നുകൂടെ പറഞ്ഞേ, അവനിൽ ഏത് പ്രത്യാശ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് ഞാൻ അവനോട് സദൃശനാകുമെന്ന പ്രത്യാശയുള്ളവനെല്ലാം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് നിർമ്മലനാകാനൊന്നും പറ്റില്ല. ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടുന്നത് ക്രിസ്തു സമാനതയാണ്. സോദരം, മീശവർജനവും ആഭരണവർജനവും നിറത്തിന്റെ വർജനവും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. നല്ലത്, നടക്കട്ടെ. ഇതെല്ലാം നടത്തിയിട്ട് ക്രിസ്തു സമാനതയിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങൾ വട്ടപൂജ്യമാണെന്ന് തിരിച്ചറിയണം. കിട്ടുന്നില്ലല്ലോ. സ്തോത്രം. ക്രിസ്തു സമാനതയിലേക്ക് നമ്മൾ വരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കണം. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ എന്താ കാണുന്നത്? അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. നോക്കിക്കേ, അവൻ മുന്നറിഞ്ഞവരെ, എല്ലാരും കൂടെ വായിച്ചേ, തന്റെ പുത്രൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. എഫെസ്യർ 4:24 നോക്കിക്കോണം. അവിടെ വായിക്കുന്നു, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. കണ്ടോ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ വേണ്ടുന്നത് ക്രിസ്തു സമാനതയാണ്. സ്വോത്രം. ഹല്ലേലൂയ. ഉണ്ടോ എൻ്റെ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് 7 സഭകൾക്കും ക്രിസ്തു തന്നെ കുറിച്ചുള്ള റെവലേഷൻ തന്നത്. ഇനിയും വാക്യങ്ങൾ പലത് ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ടുണ്ട്. പുറകാലെ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമല്ലോ, നമുക്ക് പുറകാലെ പറയാം. അപ്പം കർത്താവ് അവിടെ ഒരു വെളിപ്പാട് പറയുക. ഇനിയും ഈ ലവോദിക്ക സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വാക്യം 3:15. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന് പിന്നിൽ ഒരു ജോഗ്രഫിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഈ ലവോദിക്ക ലൈക്കസ് താഴ്വരയിലാണെങ്കിൽ ഇതിന് ജലസ്രോതസ് സ്വന്തമായിട്ടില്ല. സ്വന്തമായിട്ടൊരു ലേക്കോ റിവറോ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പൊ ഇവിടേക്ക് വെള്ളം കൊണ്ടുവരണമെങ്കിൽ ഒന്നിൽ ഹിയരപ്പോലീസിൽ നിന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ നിന്ന് കൊണ്ടുവരണം.
ഈ വെള്ളം ഹിയരപ്പോലിസിൽ നിന്ന് വന്നാലും പർവ്വതങ്ങളിൽ നിന്ന് വന്നാലും അതിൻ്റെ തനിമയിൽ വെള്ളം ലൈക്കസ് താഴ്വരയിൽ വരത്തില്ല. അതായത് ഹിയരപ്പോലിസിൽ നിന്ന് ചൂടുവെള്ളം വന്നാൽ ഇവിടെ എത്തുമ്പോഴേക്കും ലവോദിക്കയിൽ എത്തുമ്പോഴേക്കും അത് ചൂടല്ലാതായി മാറും. പർവ്വതങ്ങളിൽ നിന്ന് തണുത്ത വെള്ളം പൈപ്പ് വഴി കൊണ്ടുവന്നാൽ ഇവിടെ എത്തുമ്പോഴേക്കും അത് തണുപ്പല്ലാതെയായി മാറും. അതായത് തണുത്തത് വന്നാലും ചൂട് വന്നാലും ഒരു തരം വാട്ടപ്പരുവത്തിലായി മാറും. ഇങ്ങനെ പല സ്വഭാവങ്ങളുള്ള ഉറവകളുണ്ട് കേട്ടോ. ഞാൻ ഈ കാനഡയിൽ ബാൻഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാൻഫ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്. അവിടെ ചെന്നാൽ ഈ ബാൻഫിൽ ഈ സർഫൾ അതിൻ്റെ ഒരു ഉറവയുണ്ട്, സൾഫറിൻ്റെ ഉറവ. അവിടെ ചെല്ലുമ്പോൾ തന്നെ രൂക്ഷഗന്ധമാണ്. ആ വെള്ളം പുകഞ്ഞ് വരുന്നത്. നമുക്കവിടെ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല, കാരണം സൾഫറാ. ഭൂമിയിൽ നിന്ന് ആ ഉറവ വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പല ടൈപ്പ് ഉറവകളുണ്ട്. ഇവിടെ ഈ തണുത്തത് വല്ല ചൂടുവല്ല ഒരുവിധം വാട്ടപ്പരുവത്തിൽ വരുന്ന വെള്ളം ലവോദിക്കക്കാർക്ക് നല്ല പരിചയം. അവരുടെ ഇടയിലുള്ള ആ സെയിം കാര്യം എടുത്ത് പിടിച്ചിട്ട് കർത്താവ് പറയുക, നീ ഉഷ്ണവാനുമല്ല, നീ ശീതവാനുമല്ല, പകരം നീ ആരാണ്? നീ ശീതോഷ്ണവാനാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. അവിടെ ഉമിണ്ണ് കളയും എന്ന് പറയുമ്പോൾ ഒമിറ്റ് ചെയ്യുമെന്ന് ചില പരിഭാഷകൾ പറയുന്നത്. നിന്നെ ഞാൻ ഛർദ്ദിച്ച് കളയുമെന്ന്. നിങ്ങൾ അതിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കണം. നിന്നെ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞോ, നിന്നെ ഞാൻ ഛർദ്ദിച്ച് കളയും. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അവർക്ക് ആ ഇമേജറി ശരിക്കും മനസ്സിലാകും, കാരണം അവരുടെ ഇടയിലുള്ള കാര്യമാണ്. അട്ടെ, ഈ ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷ്ണവാൻ, ഞാൻ ആ പദം പഠിച്ചപ്പോൾ സെസ്റ്റോസ് എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീക്കിൽ സെസ്റ്റോസ് എന്ന് പറയുന്ന പദം. ഈ സെസ്റ്റോസ് അഥവാ ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ തീഷ്ണതയുള്ള, അത്യുത്സാഹിയായ എന്നൊക്കെയാണ്. സഭയോട് പറയുക, നിങ്ങള് തീഷ്ണതയുള്ളവരായിരുന്നെങ്കിൽ, നിങ്ങൾ അത്യുത്സാഹികളായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന് ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ആത്മീയ വിഷയങ്ങളിൽ ഒരു ജ്വലനമുള്ള, ആത്മാവിൽ എരിവുള്ള ഒരു ലെവലിൽ നിങ്ങളായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ നിങ്ങൾ ആരല്ല? നിങ്ങൾ ആത്മീക വിഷയത്തിൽ എരിവുള്ളവർ അല്ല, നിങ്ങൾ ഉഷ്ണവാൻ അല്ല. ഇനി ഈ ശീതവാൻ എന്ന് പറഞ്ഞാൽ സ്യൂക്കറോസ് എന്ന് പറയുന്ന പദം അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. സ്യൂക്കറോസ്. ഈ സ്യൂക്കറോസ് എന്ന് പറയുമ്പോൾ എഴുതുന്നവർക്ക് വേണ്ടി വേണം സ്പെല്ലിംഗ് പറഞ്ഞുതരാം. PSUCHROS, സ്യൂക്കറോസ്. അതിൻ്റെ അർത്ഥം തണുത്ത, നിരുത്സാഹമായ, നിർവികാരമായ, സന്തോഷമില്ലാത്ത എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ പിന്മാറ്റം. കർത്താവ് പറഞ്ഞ സഭയെ ഒന്നുകിൽ നീ എരിയണം, അല്ലെങ്കിൽ നീ അങ്ങ് പിന്മാറ്റത്തിൽ പോകണം. കേൾക്കുന്നുണ്ടോ? നിങ്ങളെ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചേ. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ബാക്കി ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ ഒന്നുകിൽ ജ്വലിച്ച് നിൽക്കണം, അല്ലെ പിന്മാറ്റത്തിൽ പോകണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പം നീ ആരാ? ശീതോഷ്ണവാന, ക്ലിയറോസ്. ശീതോഷ്ണവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാസീനത, അതാ അതിൻ്റെ അർത്ഥം. ഉത്സാഹമില്ലായ്മ, ആവേശമില്ലായ്മ, ഒരു തരം നിസ്സംഗത. എന്നോടൊപ്പം ഉണ്ടോ? സഭയുടെ പൊതു സ്വഭാവമാണ്. കോശി പാസ്റ്റർ കൺവെൻഷൻ നടത്തിക്കോട്ടെ, അതിനിപ്പം എന്നെ ഇതിനകത്തൊന്നും വലിയ കാര്യമായിട്ടൊന്നും എന്നെ പ്രതീക്ഷിക്കരുത്. പിന്നെ ഞാൻ അവിടെ വരെ വരാം. അപ്പം നമ്മൾ വന്നിങ്ങനെ ചർച്ചിനകത്ത് ഇങ്ങനെ നമ്മളങ്ങിരിക്കുകയാണ്. കൈയടിക്കത്തില്ല, ബൈബിൾ തുറക്കത്തില്ല, പാട്ട് പാടത്തില്ല, നമ്മളൊരാമയം പറയത്തില്ല. പിന്നെ നമ്മൾ പ്രസന്റ് ആണ്. നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നടത്തിക്കോ, നിങ്ങൾ QMPC കൺവെൻഷൻ നടത്തിക്കോ, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പൗർഷം വന്ന് മീറ്റിംഗ് നടത്തിക്കോട്ടെ, നമുക്കിതൊന്നും ഒരു വിഷയമൊന്നുമില്ല. പിന്നെ വെള്ളിയാഴ്ച ആരാധനയുടെ സമയത്ത് ഞാൻ അവിടെ വരും.
സ്വത്രാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇട്ട് വെക്കാം. പിന്നെ അതിനപ്പുറം ഒന്നും എന്നെ ഇതാ ഉദാസീനത. സഭയുടെ പൊതു ഗുണമാണ് ഇപ്പോഴത്തെ ഈ ഉദാസീനത. ഞാൻ 25 വർഷമായിട്ട് പാസ്റ്റർ, ചർച്ച് മിനിസ്ട്രി ഉള്ള പാസ്റ്റർ, 25 വർഷമായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രേ സഭകളിൽ മാറി മാറി ട്രാൻസ്ഫറായി വരുന്ന പാസ്റ്ററാണ്. ട്രാൻസ്ഫറായി വന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു 10 കുടുംബം കാണും എല്ലാറ്റിൻ്റെയും പുറകെ നിൽക്കാൻ. ബാക്കി ഒരു 60 കുടുംബം ഒന്നിനകത്ത് ഇടപെടാത്തവരാ. മാസം നടത്തിയാൽ 2 ആഴ്ച മുമ്പേ വന്ന് ചർച്ചിനകത്ത് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി 10 കുടുംബം. മാസം കഴിഞ്ഞാൽ എല്ലാവരും പോയാലും ഇവർ പോകത്തില്ല. അവരവിടെ തുടച്ച് ഇവിടെ തുടച്ച് ബാത്റൂം കഴുകി അവിടെ അത് ചെയ്ത് ഇത് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടേ പോകത്തുള്ളൂ. ബാക്കി 60 കുടുംബം വരുന്നു പോകുന്നു. അങ്ങനെ ആദ്യത്തെ ബസ് പോകാൻ നേരത്ത് ആരാധന തുടങ്ങുമ്പോൾ അവസാനത്തെ ബസ് 10 മണിക്ക് ആരാധനയെങ്കിൽ കൈവെക്കേണ്ട 10:55 അവർ ചർച്ചയ്ക്ക് കയറത്തുള്ളൂ. സ്തോത്രം. ഇവിടെ സ്റ്റാർബക്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ലെ, ഇവിടെ ഈ കോമ്പൗണ്ടിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചിലര് വരുന്ന വഴിക്ക് സ്റ്റാർബക്സ് കയറി ഒരു കോഫിയും കൊണ്ടേ വരത്തുള്ളൂ. അവര് വന്നിങ്ങനെ ചർച്ചിനകത്തൂടി ഇങ്ങനെ കുടിച്ചോണ്ട് കിടക്കുക. ആരാധന അതിങ്ങനെ കോറിഡോറിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് വലിയൊരു ക്ലാസ് അല്ലേ, ഇത് തീരണ്ടായോ? പതുക്കെ പതുക്കെ ഇങ്ങനെ ലോഡ് സപ്പർ ആകുമ്പോഴേക്കും അകത്തോട്ട് കയറി അപ്പം എടുക്കുക, പിന്നെയും കോഫി എടുത്തോണ്ട് കൈപൊക്കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതാണ് ഉദാസീനത. കർത്താവ് പറഞ്ഞ നിന്നെ ഞാൻ ഛർദ്ദിച്ചു കളയുന്ന. എന്റെ പ്രിയരെ, ഈ ഉദാസീനത കൊണ്ട് നടക്കുന്ന പുള്ളികളുമായിട്ട് കർത്താവിന് ബന്ധമില്ലെന്ന് നിങ്ങൾ അറിയണം. എനിക്കറിയാം നിങ്ങൾ ആമേൻ പറയത്തില്ലെന്ന്, അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രസംഗിക്കുന്നത്. ഞാൻ ആ തീമിലോട്ടൊന്ന് വന്നോട്ടെ, എനിക്ക് ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കൊന്ന് വരണം. പക്ഷെ അതിനു മുമ്പ് ഈ കാര്യങ്ങളൊന്ന് പറയണമല്ലോ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, കർത്താവിന് ഒരുത്തനെ ഛർദ്ദിച്ച് കളയാൻ ഇവിടുത്തെ ജനറൽ ബോഡിയുടെ ഒന്നും അനുവാദം വേണ്ട. റോമാലേഖനം 11-ാം അധ്യായം 22-23 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത്, വീണവരിൽ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. വീണവനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും കർത്താവിനില്ല. വീണവനിൽ ഖണ്ഡിതമാണ്. ഒന്നോടെ വീണവനിൽ എന്നാന്ന് ഖണ്ഡിതം. 21-ാമത്തെ വാക്യം നോക്കി, 21 വീണവരിൽ ഖണ്ഡിതവും. ആ വാക്യം നോക്കി, നിന്നിലോ ദയയിൽ നിലനിന്നാൽ. നോക്കെ എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. വീണവരിൽ എന്നാ? വാ തുറന്ന് പറ. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതം. ഞാൻ ഈ TV ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് ബൈബിളും കൊണ്ട് വരാതെ വരുന്നേ. അങ്ങനെ വാക്യം പാസ്റ്റർ എടുത്തപ്പോൾ പുള്ളി ഐഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നു. പുള്ളി അതിന്റെ പുറകെ അങ്ങ് പോയി. ഇപ്പൊ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ആള് ഫേസ്ബുക്കിലായിരിക്കുന്നത്. സ്തോത്രം. വേറെ പുള്ളി ഇൻസ്റ്റയില്ല, പുള്ളിക്ക് ഫേസ്ബുക്ക് വേണ്ട, ഇൻസ്റ്റാ മതി. അപ്പോൾ ബൈബിൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇൻസ്റ്റയുടെ നോട്ടിഫിക്കേഷൻ വന്ന് പുള്ളി ഇൻസ്റ്റയിൽ കുത്തി അങ്ങ് പോയി. ഇപ്പൊ അവിടെ ഇരുന്ന് ലൈക്കും കമന്റും അടിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ, ബൈബിൾ എപ്പോഴും ബൈബിളാ. ഒരാമയും പറ. നിങ്ങൾ ഈ നെയ്യപ്പം തിന്നാൽ 2 ഗുണമെന്ന് പറയുന്നത് പോലെ എളുപ്പത്തിൽ ഈ ഫോണും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട. അത് കയ്യിൽ ഇരുന്നോട്ട്, നോ പ്രോബ്ലം. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പോ ബൈബിൾ എപ്പോഴും ബൈബിളാണ്. ഓക്കെ. അപ്പൊ ഇതൊന്ന് കണ്ടോ. ഈ TV ഒക്കെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നത്, ഇത് സിനിമ കാണാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല, ഇത് ബൈബിൾ കാണാൻ വേണ്ടി. അതുകൊണ്ട് ഈ പ്രവാചകനോട് പറഞ്ഞത്, പലകയിൽ ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം തെളിവായി എഴുതുക. എനിക്കത് മനസ്സിലായത്, വായിക്കുന്നവൻ ഓടണം, ഓടുന്നവൻ വായിക്കണം. ഈ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. ഒന്ന്, വായിക്കുന്നവൻ ഓടണം. 2, ഓടുന്നവൻ വായിക്കണം. 2 ആയാലും ഓട്ടം നടക്കണം. സ്തോത്രം. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചേ. വീണവരിൽ ഖണ്ഡിതം. സ്തോത്രം. ഉദാഹരണം പറഞ്ഞോട്ടെ, പിണക്കൊന്നുമില്ലല്ലോ. പേരെന്തോ? ഉദാഹരണം കേട്ടോ, പിണങ്ങല്ലേ, നാളെ വരണേ, പാടണം കേട്ടോ. അപ്പൊ ഫെബിനോട് കർത്താവ് പറയേ, ഫെബിനെ, വീണ കാര്യം നമ്മൾ തമ്മിലേ അറിഞ്ഞിട്ടുള്ളൂ, നാളെ ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ഇങ്ങനൊന്നും കർത്താവ് പറയത്തില്ല. ബൈബിള് പറയുന്ന വീണവനിൽ ഖണ്ഡിതം. ആ തുറന്നു പറ, വീണവനിൽ ഖണ്ഡിതം. ഒന്നുകൂടെ,
വീണവനിൽ ഖണ്ഡിതം. നിന്നിലോ ദയയിൽ നിലനിന്നാൽ ദയ. ഇനി ചിലതൊക്കെ വീണിട്ടും ഈ കട്ട് ചെയ്ത് കളയാത്ത എന്നാന്നറിയാമോ? രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കാരണം ഈ കള പറിക്കുമ്പോ കൂടെ വിത്തും. സ്തോത്രം. കൂട്ടത്തിലൊന്ന് കളയായി പോയി, പക്ഷെ അത് പറിക്കുമ്പോ കൂടെ നിൽക്കുന്ന വിത്തും പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞു കൊയ്ത്തോളം വളരട്ടെ. അപ്പൊ ഈ കൊയ്ത്തോളം നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ചിലതിനെയൊക്കെ കട്ട് ചെയ്യാത്തത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുനിന്ന് ദൈവം എന്നെ കട്ട് ചെയ്ത് കളഞ്ഞതാ. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഉദാസീനത, ഉത്സാഹമില്ലായ്മ, ആവേശമില്ലായ്മ, നിസ്സംഗത, അതായി ശീതോഷ്ണവാൻ എന്ന് പറയുന്നത്. ഈ സഭയോട് കർത്താവ് സംസാരിക്കുക. ഈ 18-ാമത്തെ വാക്യത്തിന് ശേഷം 19-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അതാണ് നമ്മുടെ ചിന്ത. എന്താണ്? എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും. എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറ, ഉച്ചത്തിൽ പറഞ്ഞേ. എനിക്ക് എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച ഒരു കാര്യം. ഈ സഭ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണാവസ്ഥയാ. എന്നിട്ടും ആ ചർച്ചിനെ കർത്താവ് വിളിക്കുക എനിക്ക് പ്രിയമുള്ളവർ. എല്ലാവരും കൂടെ പറഞ്ഞേ, എനിക്ക് ഉച്ചത്തിൽ പറ. നീ ഉഷ്ണാവസ്ഥയിലുമല്ല, നീ ശീതാവസ്ഥയിലുമല്ല, നീ ശീതോഷ്ണാവസ്ഥയിലാണ്. നിന്നെ ഉമിണ്ണ് കളയേണ്ടതാ. കർത്താവ് പറയുക, ഞാൻ ഉമിണ്ണ് കളയുന്ന ആ ലെവലിൽ നീ എത്തി നിൽക്കുകയാണെങ്കിലും ഇപ്പോഴും നീ എന്റെ പ്രിയത്തിനകത്ത് തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ നിർത്തിയിട്ടൊരു കാര്യം പറയട്ടെ എൻ്റെ പ്രിയരെ. ഒരൊറ്റ ടൈം കൊണ്ട് ദൈവം ആരെയും കട്ട് ചെയ്യത്തില്ല. ദൈവം അവനെ മടക്കിയെടുക്കാനുള്ള അവസാനത്തെ ശ്രമവും നടത്തും. മടക്കിയെടുക്കാനുള്ള അവസാനത്തെ ശ്രമവും നടത്തിയിട്ടും അവൻ വിജയിക്കാതെ വരുമ്പോഴാണ് ദൈവം ഒരുവനെ കട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാനത് തെളിയിക്കാം. ലാസ്റ്റ് ടൈമില് ദൈവം ആ കാര്യം ചെയ്യുന്നത്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രവാചകന്മാരെ കൊന്നവർ, അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിഞ്ഞവൾ, എന്നിട്ടും കർത്താവ് പറയുക എനിക്ക് കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ പണിയെല്ലാം ചെയ്തിട്ടും നിന്നെ ഒന്ന് മറച്ചു പിടിക്കാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു. അവിടുത്തെ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മാറ്റി വെക്കണേ. അവിടുത്തെ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് നോക്കിയേ, എത്ര വട്ടം മനസ്സായിരുന്നു. എല്ലാവരും കൂടെ പറഞ്ഞേ, എനിക്ക് ഉച്ചത്തിൽ പറ. എനിക്ക് ഒന്നുകൂടെ പറഞ്ഞേ, എത്ര വട്ടം എന്ന് പറഞ്ഞാൽ എത്രയാ? എത്ര വട്ടം എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയില്ല. പക്ഷെ കർത്താവ് പറയുന്നു എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ഒരു ഭാവന പറയുക, കർത്താവ് ഈ ചർച്ചിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ചിറക് വിടർത്തി നിൽക്കുന്ന ഒരു കോഴി, ഒരു തള്ളക്കോഴിയെ പോലെ നിൽക്കുകയാണ്. എത്ര വട്ടം മനസ്സായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ വന്ന് നിന്നോ, വാ. ഞാൻ ഈ ഇടയ്ക്ക് പാട്ട് പാടുന്ന ആളാ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്. എനിക്ക് ഒടുവിൽ എത്ര വട്ടം, അത് എത്ര എന്നൊന്നും നമുക്കറിയത്തില്ല.
പക്ഷേ കർത്താവ് പറയുന്നു ഒരുപാട് വട്ടം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ല. 38ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് വായിക്കണം കേട്ടോ. 38. നിങ്ങളുടെ ഭവനം എപ്പോഴാ പറഞ്ഞേ? ഏറ്റവും ലാസ്റ്റ്. ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് അവിടുന്ന് ആവോളം ശ്രമിച്ചു, ഒന്ന് മറച്ചു പിടിക്കാനായിട്ട് അവിടുന്ന് ആവോളം ശ്രമിച്ചു, ഒന്ന് മടക്കിയെടുക്കാനായിട്ട് അവിടുന്ന് ആവോളം ശ്രമിച്ചു. എല്ലാം ശ്രമിച്ചിട്ടും ഒട്ടും നടക്കാതെ വന്നപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. 37ാമത്തെ വാക്യം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഇവ നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അങ്ങനെ ചിന്തിക്കരുത്. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവ് ഒരു തീരുമാനം പറയുന്നതിന് മുൻപ് ആ സന്ദേശത്തിന്റെ മുൻപിൽ ആകണം. നിങ്ങൾ ഈ മുടിയനായ പുത്രനെ ശ്രദ്ധിച്ചോണേ. മുടിയനായ പുത്രൻ ഉള്ളതെല്ലാം മോളെ കെട്ടിച്ച് കളഞ്ഞെന്നല്ല പറയുന്നത് കേട്ടോ. മോളെ കെട്ടിച്ച് കടം ഉണ്ടായാൽ കുഴപ്പമില്ല കേട്ടോ. ഒരു വീട് പണിത് കടമായി പോയി കുഴപ്പമില്ല, കാരണം ഒരു കാര്യം ചെയ്തിട്ടാണല്ലോ. പക്ഷെ ഇവൻ വേശ്യമാരോട് തിന്നു കുടിച്ചു, വസ്തുവെല്ലാം നാനാവിധമാക്കി കളഞ്ഞു, ഒടുവിൽ പന്നിക്കൂട്ടി പോയി. അവിടെ കൊണ്ടുപോലും രക്ഷപ്പെടാൻ പറ്റാതെ വന്നപ്പോ പന്നിയുടെ ഗന്ധത്തോടെ ഇവൻ പ്രാഞ്ചി വീട്ടിലോട്ട് വരുക. അപ്പൻ ഇവനെ ദൂരെ നിന്ന് ഓടിച്ചെന്ന് ഇവന്റെ ആ നാറുന്ന കവിളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ, കർത്താവിന് ഒരുത്തനെ മടക്കിയെടുക്കാൻ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അതങ്ങ് ലാസ്റ്റിൽ ചെന്നാലും മടക്കിയെടുക്കാൻ ഇഷ്ടമാണ്. അവിടുന്ന് പരമാവധി ശ്രമിക്കും. ഈ മുടിയൻ പുത്രന്റെ മടങ്ങി വരവിനെ കുറിച്ച് എം വി ചെറിയൻ സാർ പാടിയ വളരെ സുന്ദരമായ ഒരു പാട്ട്. കേട്ട മകനെ പോലെ ദുഷ്ടവഴികളിലൻ ഇഷ്ടം പോൽ ഞാൻ നടന്നു. പാടുമ്പോ എനിക്കിട്ടില്ല തരണേ. കെട്ട മകനെ പോലെ ദുഷ്ട വഴികളിലൻ ഇഷ്ടം പോൽ ഞാൻ നടന്നു. എന്നെ കെട്ടി പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടും നപ്പനാ. എന്നെ കെട്ടി പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടും നപ്പനാ. എന്നും എന്നും എന്നൂടെ അവൻ മാറാതെ കൃപ. എല്ലാം തുലച്ചു നീജ പന്നി തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എന്നെ തള്ളാതെ മേൽത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പനാം. മോനെ, എന്നും എന്നെന്നും എന്നുടെ അവൻ മാറാതെ. എന്നെ തള്ളാതെ മേൽത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പനാ. പാപ ചെളിക്കുഴിയിൽ വീണു മരിച്ചവൻ ഞാൻ വീണ്ടും ജീവൻ ലഭിച്ചു. തീരെ കാണാതെ പോയവൻ ഞാൻ
കണ്ടു കിട്ടി മഹത്വം മുറ്റും നിനക്കപ്പനേ. എന്നും എന്നെന്നും എന്നൂടെ അവൻ മാറാതെ കൃപ തീരാതെ. ലാസ്റ്റ് മിനിറ്റിൽ നാറുന്ന ശരീരവുമായി വന്നവന്റെ നാറുന്ന കബളിൽ അമർത്തി ചുംബിക്കാൻ ആ അപ്പന് മനസ്സുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതാ ദൈവത്തിന്റെ ഹൃദയം. ഒരുവനെ മടക്കിയെടുക്കാൻ കർത്താവ് ആവോളം ശ്രമിക്കും. ഹല്ലേലൂയ. മടങ്ങി വരാതിരിക്കുമ്പോഴാണ് പ്രോബ്ലം. മടങ്ങി വരാതിരിക്കുമ്പോഴാ പ്രോബ്ലം. കേൾക്കുന്നുണ്ടോ? മടങ്ങി വരാതിരിക്കുമ്പോഴാ പ്രോബ്ലം. മാനസാന്തരത്തിന് കർത്താവ് കൊടുക്കുന്ന ഒരു സമയമുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഈസബേൽ എന്ന സ്ത്രീയെ കുറിച്ച് പറയും. 2-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. ഇവിടെ വായിക്കുന്നു, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവളുടെ ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. അത് കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത്, I gave her a chance to turn from her sins. ഒരു ചാൻസ് കൊടുത്തു. KJV ഉൾപ്പെടെയുള്ള ഭാഷാന്തരങ്ങളിൽ ഞാൻ അവർക്ക് സമയം കൊടുത്തു. നോക്കിക്കേ, and I gave her space to repent. ഞാൻ അതിനൊരു സ്പേസ് കൊടുത്തു. ആർക്ക്? ഈസബേലിന്. എന്ന് പറയുക, ഇത് തിരിച്ചറിയണം, ഇത് തിരിച്ചറിയണം. മടങ്ങി വരാൻ, യഥാസ്ഥാനപ്പെടാൻ, മാനസാന്തരപ്പെടാൻ ദൈവം എല്ലാവർക്കും അവസരം നൽകുന്നുണ്ട്. ഓ, ഇവിടെ വളരെ ഗൗരവത്തോടെ അറിയണം. ഈ ഘട്ടത്തിലുണ്ടല്ലോ, ഈ ദൈവം തരുന്ന ഈ ടൈം, ഈ മടങ്ങി വരാനായിട്ട് ദൈവം തരുന്ന ഈ ചാൻസ് ഉണ്ടല്ലോ, ഈ സ്പേസ് ഉണ്ടല്ലോ, ആ സമയത്ത് ഒരുവന് ഭവിച്ച പാപത്തെ പോലെ ദൈവം ഹൈഡ് ചെയ്യും. ഞാൻ ചുമ്മാ ബാലരമേലെ സ്റ്റോറി പറയുമല്ല, ഞാൻ പറയുന്ന കാര്യത്തിന് കൃത്യമായ എവിഡൻസ് ഉണ്ട്. എട്ടുകഥ പറയൊന്നുമല്ല. സ്തോത്രം. ഒന്നുകൂടെ ഉദാഹരണം പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. സ്തോത്രം. ഒന്ന് എഴുന്നേറ്റു. ഉദാഹരണമാണ്, പാഹം പിടിച്ചോനെ വെറുതെ വിട്ടേക്കണേ. ഫെബിൻ ഒരു സിന്ന് ചെയ്തു. സ്തോത്രം. ഫെബിനെ കർത്താവിന് മടക്കിയെടുക്കണം. കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. ഫെബിൻ മടങ്ങി വരുമോ? ഈ സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഫെബിൻ ചെയ്ത പാപത്തെ ദൈവം എന്ത് ചെയ്യും? ഹൈഡ് ചെയ്യും. അതാ ആ ടൈം ഉണ്ടല്ലോ, ആ സ്പേസ്, മാനസാന്തരപ്പെടാൻ കൊടുത്ത ചാൻസ് ഉണ്ടല്ലോ, ആ ചാൻസിന്റെ ടൈമാ ദൈവം ഹൈഡ് ചെയ്യും. ആരെങ്കിലും ചോദിക്കും, പാസ്റ്ററെ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യോ 20-ാമത്തെ വാക്യോ നോക്കിക്കോ. യാക്കോബ് 5:19-20. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. പാപങ്ങളുടെ ബഹുത്വം, പാപങ്ങളുടെ ബഹുത്വം. ഒന്നുകൂടെ പറ. വേഴ്സ് 20, എന്റെ കൂടെ നിൽക്കണേ. വേഴ്സ് 20, പാപങ്ങളുടെ ബഹുത്വം. ഒന്നിച്ചു പറ. പാപങ്ങളുടെ and shall hide a multitude of sins. പാപങ്ങളുടെ ബഹുത്വത്തെ കർത്താവ് എന്ത് ചെയ്യും? മടങ്ങി വരുന്നവന് നാണക്കെടുത്തത്തില്ല കർത്താവ്. കേൾക്കുന്നുണ്ടോ? മടങ്ങി വരുന്നവൻ പത്രവാർത്തയാകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. മടങ്ങി വരുന്നവൻ ടി
കൺഫ്യൂസ് ആകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ മടങ്ങി വരുമെങ്കിൽ കർത്താവ് പറയാം, and shall hide a multitude of sins. ഞാൻ അതിനെ ഹൈഡ് ചെയ്യും. Glory. Hallelujah. കർത്താവിന്റെ ഒരു കാര്യപരിപാടിയുണ്ട്. അപ്പൊ ഫെബിൻ സിൻ ചെയ്തു. ഫെബിൻ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഫെബിന്റെ അപ്പൻ അറിയാതിരിക്കാൻ, അമ്മയെ അറിയാതിരിക്കാൻ, സഭയെ അറിയാതിരിക്കാൻ ഫെബിൻ മടങ്ങി വന്ന കർത്താവ് പറയുക, കുഞ്ഞെ ഞാൻ അതിനെ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്യും. അപമാനിക്കപ്പെടാതിരിക്കാൻ, നാട്ടിൽ നാറ്റക്കേസാകാതിരിക്കാൻ, പത്രവാർത്തയാകാതിരിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നാറാതിരിക്കാൻ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ ഞാൻ ഹൈഡ് ചെയ്യും. Glory. ഈ കർത്താവിന്റെ പാപക്ഷമയുടെ മർമ്മം ശരിക്കും തിരിച്ചറിയണം. അവിടെ പറയുന്നത്, ഞാന് പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാർമുഖിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെ ഞാൻ മായ്ച്ചു കളയും. അതെന്തിനാണെന്നറിയാമോ മായ്ച്ചു കളയുന്നത്? യമഹ എന്ന് പറയുന്ന ഈ പേര് മായ്ച്ചാൽ, സ്തോത്രം, മായ്ച്ചാൽ പിന്നെ അത് വായിക്കാൻ പറ്റില്ലല്ലോ. ഇതുമായി പരിചയമില്ലാത്തവർക്ക് അവിടെ ആയിരുന്നോ പേര്, ഇവിടെ ആയിരുന്നോ പേര് എന്ന് സംശയം വരും. ഇതുപോലെയാ കർത്താവ് പറയുന്നത്. കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ പോലെ നിന്റെ ജീവിതത്തിൽ ചാർത്തപ്പെട്ട പാപത്തിന്റെ ബഹുലതയെ ഞാൻ മായ്ച്ചു കളയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതാ മടങ്ങി വരുന്ന സമയമാ. കർത്താവ് പറയും, അതുവരെ ഞാൻ അതിനെ ഹൈഡ് ചെയ്യും. ഒരു തരത്തിലും മടങ്ങി വരത്തില്ല എന്ന് വരുമ്പോഴാ കർത്താവ് ആ മറയെ മാറ്റുന്നത്. അപ്പോഴാ നാട്ടുകാർ തിരിച്ചറിയുന്നത്. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ഇവിടെ വളരെ പാപിയെ നേർവഴിക്കാക്കുന്നവൻ. അവിടെ 5-ാമത്തെ 19-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കണേ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽപ്പെട്ട ഒരുവൻ, എബനേസർ ചർച്ചിൽപ്പെട്ട ഒരുത്തൻ. സ്തോത്രം. ആരായിരുന്നു? നമ്മുടെ കൂട്ടത്തിൽ പെട്ടവൻ. ലോഡ് സപ്പറൊക്കെ വരുന്ന കാണുമ്പോ പുള്ളി ആ അപ്പം എടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് ഭക്തി കൂടിയിട്ട് ഒരു കൈ അങ്ങ് മുട്ടലോട്ട് അങ്ങ് കൊണ്ടുവെക്കും. കണ്ടിട്ടുണ്ടോ? ഒരു കൈ മുട്ടലോട്ട് വെച്ചിട്ട് മറ്റൊരു കൈ കൊണ്ട് വളരെ ഭൗ്യതയിലൊക്കെയാണ് എടുക്കുന്നത്. സ്തോത്രം. ഭയങ്കര ഭൗ്യതയിലാണ് എടുക്കുന്നത്. അതാ പറഞ്ഞത്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ഇടത്തും വലത്തും നിന്ന് ലോഡ് സപ്പർ എടുക്കുന്നവൻ, അവനങ്ങ് സത്യം വിട്ട് തെറ്റിപ്പോയി. സ്തോത്രം. ആ സത്യം വിട്ട് തെറ്റിപ്പോയവനെ, സ്തോത്രം, നമ്മളെ വിശ്വാസി എന്നൊക്കെ വിളിക്കുമെങ്കിലും ബൈബിൾ അവനെ പാപി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. 20-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, പാപിയേ. കാര്യം എന്താ അവനെ അങ്ങനെ വിളിക്കാൻ? സത്യം വിട്ട് തെറ്റിപ്പോയി. ഇപ്പൊ അവന്റെ പേരെന്തുവാ? പാപി. പാപം ചെയ്യുന്നവന് ബൈബിള് തരുന്ന പേര് പാപിയും തന്നെ. നിങ്ങൾ മിണ്ടുന്നില്ല. ഇത് അവസാനത്തെ ദിവസം പ്രസംഗിച്ചാൽ മതിയായിരുന്നു. ഇത് വല്ല വിടുതലിന്റെ ദൂതമൊക്കെ പറഞ്ഞായിരുന്നു നാളെ ആള് വന്നേനെ. ഇതിപ്പോ വിഷമിക്കണ്ട, നമ്മള് ഇത് സത്യമാണ് ഞാനീ പറയുന്നത്. സത്യമാണ് ഞാനീ പറയുന്നത്. ഞാൻ നോർമലി ഈ സ്റ്റോറി പറയാത്ത ആളാ. സ്തോത്രം. അത് പറയേണ്ട ആവശ്യമില്ല, കാരണം കർത്താവ് വചനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോറി ഒന്നും പറഞ്ഞ് സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല. സ്തോത്രം. ഇത് സ്റ്റോറി അല്ല പ്രിയരെ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണെങ്കിൽ സത്യം വിട്ട് തെറ്റിപ്പോയാൽ അവനെ ബൈബിൾ വിളിക്കുന്ന പേര് പാപി എന്ന് തന്നെയാണ്. നിനക്ക് മടങ്ങി വരാൻ ദൈവം തരുന്ന ഒരു അവസരമുണ്ട്. മടങ്ങി വന്നാൽ കർത്താവ് പറയും, നാറ്റസാകത്തില്ല, ഞാൻ അതിനെ മറച്ചു പിടിക്കാം. അതാ ഈ പ്രിയമുള്ളവർ എന്ന് പറയുന്ന പദം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത്രയും പറഞ്ഞു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ കണ്ടോ, ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാന, തുപ്പിക്കളയേണ്ടതാ. പക്ഷെ കർത്താവ് പറയുക, ഇപ്പോഴും നീ എൻ്റെ പ്രിയത്തിനകത്ത് തന്നെ, ഇപ്പോഴും നീ എൻ്റെ പ്രിയത്തിനകത്ത് തന്നെ. സ്തോത്രം. ഈ പത്രോസ് ഈ തള്ളിപ്പറഞ്ഞ് പ്രാഗി ആണയിട്ട് പത്രോസ് പടകും വലയൊക്കെ എടുത്ത് അങ്ങ് പോയി. പത്രോസ് തന്നെ പോയെന്ന് മാത്രമല്ല, ബാക്കിയുള്ള പുള്ളികളെ മുഴുവൻ കൊണ്ടുപോയി. എല്ലാവരും കൂടെ കടലിൽ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോ കർത്താവ് ചെന്നു ഒരു വിളി വിളിക്കുന്നു.
കുഞ്ഞുങ്ങളെ, ആ കൂട്ടാനൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞു. എന്നാ ഒന്നുകൂടെ പറഞ്ഞു? കുഞ്ഞുങ്ങളെ ഒന്നുകൂടെ പറഞ്ഞു. ആ വിളി നിങ്ങളൊന്നും ഒന്ന് ഓർത്ത് നോക്കിയേ. കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. അത് ഈ ഒരു സുന്ദരമായ പാട്ടായിട്ടൊരു ദേവദാസൻ എഴുതിയിട്ടുണ്ട്. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു യേശു രക്ഷകൻ. എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. നമ്മൾ എത്ര ദൂരം പോയോ അത്ര നേരം കർത്താവ് കാത്തു നിൽക്കുകയായിരുന്നു. അതാ ഞാൻ പറഞ്ഞ, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാണ്, നിന്നെ ഉമിണ്ണുകളയും എന്ന് പറയുമ്പോഴും കർത്താവ് പറയുക, നീ എനിക്ക് പ്രിയമുള്ളവനാ. ഹല്ലേലൂയ. പ്രിയരെ, ഒരു തരത്തിൽ നമ്മൾ മടങ്ങി വരാതെ വരുമ്പോഴാ നമ്മുടെ ജഡീകത്വങ്ങളിൽ നമ്മൾ കിടന്ന് വല്ലാതെ ഉരുളുമ്പോഴാ ദൈവം നമ്മളെ കൈവിടുന്നത്. അതുവരെ കൈവിടത്തില്ല. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ട്. കാരണം ഇത് വികാരപരമായ ഒരു ബന്ധമാ. ഇത് ഹൃദയത്തിൽ നിന്നൊരു ബന്ധ. സ്തോത്രം. അതാ കർത്താവ് പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവർ. നിങ്ങൾ അടുത്ത പദം ശ്രദ്ധിച്ചേ. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കും. എല്ലാവരും കൂടെ ചേർന്ന് പറ. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജിന് സ്തോത്രം ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ തലക്കെട്ട് കൊടുത്തോണം, ഗോഡ്സ് ഡിസിപ്ലിൻ. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന രീതിയായത്. അത് കൊതിക്കുന്ന എത്ര പേരുണ്ട്? അത് കൊതിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അനന്തര ചിന്തകളിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു. ഒരു 30 സെക്കൻഡ് കരം ഉയർത്തിപ്പിടിച്ച്, ധൈര്യമായിട്ട് കരം ഉയർത്തിപ്പിടിച്ച്. പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദവും വിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്നെ ഡിസിപ്ലിൻ ചെയ്യണം. എന്നെ ഡിസിപ്ലിൻ ചെയ്യണം. അമ്മേ, എന്നെ ഡിസിപ്ലിൻ ചെയ്യണം. താങ്ക് യു ജീസസ്. അതാ ഈസി റീഡ് വേർഷൻ എന്ന് പറയുന്ന പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്, ഐ കറക്റ്റ് ആൻഡ് പണിഷ് ദ പീപ്പിൾ ഐ ലവ്. ഞാൻ കറക്റ്റ് ചെയ്യും, ഞാൻ പണിഷ് ചെയ്യും. അതാ പറഞ്ഞത്, ഞാൻ ശാസിക്കും, ഞാൻ ശാസിക്കും. ശാസിക്കും എന്ന് പറയുമ്പോൾ എലങ്കോ എന്ന പദം അതിന് ഉപയോഗിച്ചു. എലങ്കോ എന്ന് പറയുമ്പോൾ ഞാൻ കുറ്റം ചുമത്തും, ഞാൻ തിരുത്തും, ഞാൻ തുറന്നു കാട്ടും, ഞാൻ വാക്കുകൊണ്ട് കഠിനമായി ശാസിക്കും. ഹല്ലേലൂയ. ശാസിച്ചു നോക്കണം, എന്നാലറിയാം. ഞങ്ങളുടെ നാട്ടിൽ പറയും, പാമ്പ് മൂർഖനാണോ ചേരയാണോ എന്നറിയാൻ ഒരു പിടി മണ്ണ് വാരി ഒന്ന് ഇട്ടാൽ മതി. അതുവരെ ഏഴയാണ്, പൊടിയാണ്, കൃമിയാണ്. മണ്ണ് വീഴുന്നത് വരെ ഏഴ, പൊടി, കൃമി. ഹല്ലേലൂയ. സാക്ഷ്യത്തിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പൊടിയനെ അടിയോളം സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഏഴയാണ്, പൊടിയാണ്, കൃമിയാണ്. പക്ഷെ ഒരു പിടി മണ്ണ് വീഴണം. പാസ്റ്റർ ഒന്ന് തിരുത്തണം, പാസ്റ്റർ ഒന്ന് ശാസിക്കണം.
അപ്പോഴറിയാം പൊടിയാണോ വടിയാണോ. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. കർത്താവ് പറയുന്നു, ഞാൻ ശാസിക്കും, ഞാൻ ശാസിക്കും. ആമേൻ. ശാസിക്കുമെന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തും. ഹലോ, കർത്താവ് ശാസിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഓ, എന്നെ ശാസിക്കണമേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവേ, എന്നെ ഒന്ന് ശാസിക്കണേ. നമ്മൾ ഈ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, കുശവന്റെ കയ്യിൽ കളിയും മണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ, ഓ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഹേതം. ഇത് നമ്മൾ പാടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്നാന്നറിയോ? വളരെ വേദനാരഹിതമായ എന്തോ ഒരു പരിപാടി. നോ, ആ മെനയുന്ന വാർത്തെടുക്കുന്ന ആ പ്രോസസ്സിൽ ദൈവം ശാസിക്കും, ദൈവം ശിക്ഷിക്കും. ആ ശാസനയ്ക്കകത്ത് തുറന്നു കാട്ടും. ഹല്ലേലൂയ. നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമ്മളെ തുറന്നു കാട്ടുന്നത്. നമുക്ക് ഇഷ്ടമല്ല. അതിന് നമ്മളൊരു ഓമന പേരിട്ടിട്ടുണ്ട്, കുത്തിപ്രസംഗം. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച എന്നെ കുത്തി, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച എന്നെ കുത്തി, ഈ ആഴ്ച എന്നെ കുത്തിയാൽ, എടാ നിന്നെ ശാസിച്ചതാണ്, അതൊന്ന് മനസ്സിലാക്ക്. മിണ്ടുന്നില്ല. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കും. സ്തോത്രം. ഞാൻ തിരുത്തും. നിങ്ങളെ കുത്തുന്നതല്ല, തിരുത്തുന്നതാണ്. ഹല്ലേലൂയ. ഈ പ്രോസസ്സിനകത്ത് പോയില്ലുണ്ടല്ലോ, നമ്മൾ തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഉറപ്പാണ് കൈവിടപ്പെടും കേട്ടോ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെ തമ്പുരാൻ തിരുത്തിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഞാൻ എല്ലാ ദിവസവും പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, എല്ലാ ദിവസവും ഉള്ളതാണ്. രാവിലെ ഇന്ത്യൻ ടൈം 6:30 തൊട്ട് 7:30 വരെ 55 മിനിറ്റ് മെസ്സേജ് ഉണ്ട് യൂട്യൂബിൽ. ധാരാളം ആളുകളുണ്ട്, ഒരു 700 to 800 ആളുകളുണ്ട്. അത് ഹാർവെസ്റ്റ് TVയുടെ പല ചാനലുകളിൽ പോകുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും മെസ്സേജ് പ്രിപ്പയർ ചെയ്യും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം വായനയ്ക്കും നോട്ട് പ്രിപ്പറേഷനും മറ്റുമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. ഞാൻ പ്രസംഗിക്കുന്ന മുഴുവൻ പ്രസംഗങ്ങളും സ്ക്രിപ്റ്റഡ് ആയിട്ട് എൻ്റെ കാണും. ഇതെല്ലാം ശരിയാണേലും ചില വേദികളിൽ എൻ്റെ കോശി പാസ്റ്ററെ നാടൻ ഭാഷ പറഞ്ഞാൽ വേർക്കും, തൊണ്ടയും വരണ്ട്, സ്തോത്രം, ആകപ്പാടെ വിഷമിച്ച്. നല്ല ഭാഷ പറഞ്ഞാൽ പ്രസംഗം ചീറ്റിപ്പോവും. അത് ചിലപ്പോൾ ഓഡിയൻസിന് മനസ്സിലാകത്തില്ല, പാസ്റ്റർക്ക് മനസ്സിലായി പ്രസംഗം ചീറ്റിയെന്ന്. കാരണം ദൈവം ഇടപെടുന്നില്ല. 1.5 മണിക്കൂർ വാഗ്ദാടി നടക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇടപെടുന്നില്ല. ഒരു ദൂതില്ല. ആത്മാവ് അന്ന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുക, ഒരു ഇടപാടില്ല. അന്ന് രാത്രി എന്ത് ചെയ്യുമെന്നറിയോ? ഉറങ്ങത്തില്ല. പിന്നെ ഒരു വെപ്രാളാ. പിന്നെ 3 വേണോ, 7 വേണോ, 14 വേണോ, 21 വേണോ, അങ്ങനെ. ജീസസ്. സത്യത്തിൽ ഇത് ദൈവത്തിന്റെ ബാലൻസിങ് ആണ്. ദൈവം ബാലൻസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രസംഗക്കുറിപ്പിനകത്താണ് എൻ്റെ പ്രസംഗം ഇരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ കുറിപ്പിലെ ആശ്രയിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ കുറിപ്പിലെ എപ്പോഴും നിൽക്കത്തുള്ളൂ. ഞാൻ പറയും, എൻ്റെ കയ്യിൽ പ്രസംഗ കുറിപ്പുണ്ട്, ഞാൻ പ്രസംഗിക്കും. എടാ, കുറിപ്പിനകത്തല്ല പ്രസംഗം ഇരിക്കുന്നത്, കൃപയ്ക്കകത്താണ്. ഇത് മനസ്സിലാകാൻ കർത്താവ് ചിലപ്പോ പ്രസംഗങ്ങളെയൊക്കെ കയറി തൊടും.
നിങ്ങൾ മിണ്ടുന്നില്ല. ചിലരുടെ മുഖം കണ്ടിട്ട് ആദ്യമായിട്ട് കേൾക്കുകയെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി. നിങ്ങൾ പുറകിൽ ചെന്നാൽ അവിടെ ഒരു മിക്സർ ഇരിപ്പുണ്ടേ. സ്തോത്രം. ആ മിക്സർ എന്തിനാ അവിടെ വെച്ചേക്കുന്നതെന്ന് അറിയോ? ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ഞങ്ങൾ ഈ നടന്ന് ഇതിൻ്റെ കീഴിലോട്ടൊക്കെ ചെന്ന് കയറും. അപ്പോൾ ഹൗൾ ചെയ്യാതിരിക്കാൻ വോളിയം കുറയ്ക്കും, ചിലപ്പോൾ വോളിയം കൂട്ടിത്തരും. ബാലൻസിങ്. ഇതുപോലെ ദൈവം ബാലൻസ് ചെയ്യും. ഓരോ ശുശ്രൂഷകനെ ബാലൻസ് ചെയ്യും. ആ പോളിനെ ബാലൻസ് ചെയ്തല്ലോ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ. പൗലോസ് നിഗളിച്ചോ? നമ്മൾ ഒരിടത്തും കാണുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പൂർവജ്ഞാനത്തിൽ ദൈവം അത് കണ്ടിരിക്കാം. എന്നെങ്കിലും ഒരിക്കൽ ഒരു നിഗളം അല്പമെങ്കിലും കേറി വന്നേക്കാമെന്ന് ദൈവം കണ്ടേക്കാം. അതുകൊണ്ടല്ലേ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ. പോൾ എന്ന് പറയുന്ന മനുഷ്യന്റെ അകത്ത് ഒരു കണിക പോലും നിഗളം എന്ന് പറയുന്ന ഒരു സാധനം കയറാതിരിക്കാൻ കർത്താവ് പറഞ്ഞു, ഈ ശൂലം അവിടെ ഇരുന്നോട്ടെ. ഇതൊന്നും മാറാൻ അദ്ദേഹം പരമാവധി ആഗ്രഹിച്ചു. നിങ്ങളെ വാക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന ഉത്തരീയം കൊണ്ടുവന്ന് രോഗിയുടെ മേലിട്ടാൽ ആ ഉത്തരീയം വീഴുന്നവർക്ക് സൗഖ്യം. പക്ഷെ ആ ഉത്തരീയം കെട്ടുന്ന ശരീരത്തിൽ പ്രശ്നം. ഇത് മാറാനാണ് പുള്ളി എന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറഞ്ഞ അതവിടെ ഇരുന്നോട്ടെ. ഈ ശൂലം നിന്റെ വേഗതയെ തടയത്തില്ല. അതവിടെ ഇരുന്നോട്ടെ. ഈ ശൂലം നിന്റെ ലേഖനങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കത്തില്ല. അതവിടെ ഇരുന്നോട്ടെ. ഈ ശൂലം നിന്റെ പ്രസംഗ പര്യടനത്തെ തടയത്തില്ല. അതവിടെ ഇരുന്നോട്ടെ. ഈ ശൂലം നിന്റെ മിഷണറി യാത്രകളെ തടയത്തില്ല. അതവിടെ ഇരുന്നോട്ടെ. ഈ ശൂലം നീ വാർത്തെടുക്കുന്ന ശിഷ്യവൃന്ദത്തിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തത്തില്ല. എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ആ ശൂലമുണ്ടാക്കുന്ന ബലഹീനതയിൽ കവിയും. ഓ ബ്രദറെ, കവിയുമെന്നല്ല ശരിക്കുമുള്ള ഭാഷ, പൊതിയുമെന്ന. പൊതിയും. നമുക്കെവിടെയാണ് ഒരു പ്രശ്നമുള്ളത്? കർത്താവ് പറയും, ആ പ്രശ്നം കിടക്കുന്നിടത്ത് എന്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ പൊതിയും. കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ചിലരെ നോക്കി പ്രവചനാത്മാവിൽ ദൂത് പറയാ. എത്ര നിലവിളിച്ചിട്ടും ഉപവസിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് നീക്കം വരുന്നില്ലെങ്കിൽ ദൈവം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്തോ ഒരു സംഭവത്തെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാ. അതുള്ളത് കൊണ്ടാണ് നിന്റെ നിലനിൽപ്പുണ്ടാകുന്നത്. ഓ, ആത്മാവിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവർ ചില മിനിറ്റുകൾ ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ചില മിനിറ്റുകൾ ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ആ എല്ലാ പ്രശ്നങ്ങൾക്കും നന്ദി. എല്ലാ പ്രശ്നങ്ങൾക്കും നന്ദി. ഉച്ചത്തിൽ എല്ലാവരും കൂടെ ചേർന്ന കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും ഓ മരണത്തിലും ജീവനിലും
ഓ ഉയർച്ചയിലും താഴ്ചയിലും, ഓ മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാദാ നാദാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോട്, എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ഓ എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ, എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഓ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുമോ, ഓ ശോധനയിൽ ഓ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും, ഓ മരണത്തിലും ജീവനിലും, ഓ ഉയർച്ചയിലും താഴ്ചയിലും, ഓ മരണത്തിലും ജീവനിലും, ഓ നിൻ സാന്നിധ്യം മതി. നാദാ നിൻ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ കൃപയിൽ നിൽക്കുന്നത്. പ്രാർത്ഥനയുടെ കുറവുകൾ നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോ പ്രാർത്ഥിക്കാതെ ഒക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുക. ദൈവത്തിന്റെ ബാലൻസിങ് ആണ്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ മറുപടികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുക. നിന്നെ കർത്താവ് കൈവിടാത്തത് കൊണ്ടാ. നിന്നെ കർത്താവ് കൈവിട്ടിട്ടില്ല, അതുകൊണ്ടാ. നിന്നെ കർത്താവ് മറന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു 30 സെക്കൻഡ് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്നെ ബാലൻസ് ചെയ്യുന്നതിന് നന്ദി എന്നൊന്ന് പറഞ്ഞു. നിങ്ങളുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ, അത് നിങ്ങളിൽ വരുത്തിയ പാകത എന്താണ്, അത് നിങ്ങളിൽ വരുത്തിയ പക്വത എന്താ, അത് നിങ്ങളിൽ വരുത്തിയ വ്യത്യാസം എന്താ? കർത്താവേ നന്ദി. എൻ്റെ ചിന്തകളെ അങ്ങ് മാറ്റിയതിന് നന്ദി. എൻ്റെ മനസ്സിനെ പണിതതിന് നന്ദി. എൻ്റെ ജീവിതത്തെ തൊട്ടതിന് നന്ദി. ഞാനൊരു നിഗളിയും നിഷേധിയും അഹങ്കാരിയും ആയി പോകാതിരിക്കത്തക്ക വിധത്തിൽ അങ്ങനെ പണിയുന്നതിന് നന്ദി. ഇതൊരു വർത്തമാനകാല പ്രക്രിയ കേട്ടോ. ഇത് കർത്താവിന്റെ കാര്യപരിപാടിയാ. മക്കാർദർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിന്റെ ഇടപെടലുകളുടെ പൊതുപദമെന്ന്. ദൈവത്തിന്റെ ഇടപെടലുകളുടെ പൊതുപദം. നിങ്ങൾ ഇടപെടൽ അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ ഇടപെടലുകളുടെ പൊതുപദം. അപ്പം 1 ഞാൻ ശാസിക്കും, 2 ഞാൻ ശിക്ഷിക്കും. ഈ ശിക്ഷിക്കുക എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് നമ്മൾ ചിലപ്പോഴൊക്കെ ആ കഠിനമായ ശിക്ഷയോടുള്ള ബന്ധത്തിൽ അങ്ങ് എടുക്കും. കഠിനമായ ശിക്ഷ അല്ല, അങ്ങനെയല്ല. ശിക്ഷ എന്ന് പറയുന്ന പദം അവിടെ ഉണ്ടെങ്കിലും ഞാൻ ആ പദത്തെ പഠിച്ചപ്പോൾ പെയ്ഡിയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പെയ്ഡിയോ. ഈ പെയ്ഡിയോ എന്ന് പറയുമ്പോൾ ശിശുപരിപാലനമെന്ന്. നമ്മൾ നഴ്സറിയിൽ കൊണ്ടുപോകുന്ന കുട്ടിയെ ടീച്ചർ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്?
കഠിനമായ എംപോസിഷനൊക്കെ കൊടുത്ത്, അങ്ങനെയാണോ ടീച്ചർ എങ്ങനെ ആ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? വളരെ സോഫ്റ്റായിട്ട്. അതാ ഈ ശിശുപരിപാലനത്തിൻ്റെ ഒരു പ്രത്യേകത. സ്തോത്രം. നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? കർത്താവ് പറയുക, ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഇതുപോലെയാ, അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ അസ്ഥി ഒടിച്ച് തലേ വെള്ളയ്ക്ക തള്ളിയിട്ട് അങ്ങനെയൊന്നുമല്ല. അതൊന്നുമല്ല കർത്താവിൻ്റെ പരിപാടി. ഓ സ്വോത്രം. കർത്താവ് പരിശീലിപ്പിക്കും. ആമേൻ. അത് സ്വഭാവം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും. അവിടെ സിദ്ധത എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, സിദ്ധത. നമുക്ക് സിദ്ധവൈദ്യം എന്ന് പറയുന്ന സാധനം നമുക്കറിയത്തുള്ളൂ. സിദ്ധത സമം സ്വഭാവ ഗുണം. കഷ്ടത സഹിഷ്ണുതയെയും കഷ്ടത വന്നാൽ എന്നാ ചെയ്യും? സഹിക്കും. ഇതുവരെ വന്ന ഏതെങ്കിലും ഒരു കഷ്ടത വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. കഷ്ടത വന്നാൽ സഹിക്കും. സഹനം ഉണ്ടാക്കുന്നത് സിദ്ധതയാണ്, സ്വഭാവ ഗുണം. ഞാനത് പറയുമ്പോൾ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒരു സുഹൃത്ത് UK-യിലുണ്ട്. UK-യിൽ ബ്രിസ്റ്റൾ എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാനൊരു 2 മാസത്തിന് മുമ്പ് അവിടെ ചെന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നിയൊരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ സ്തോത്രം മോൻ 2.5 വയസ്സുള്ള കുഞ്ഞ്, സ്തോത്രം 2.5 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിന് ബ്ലഡ് ക്യാൻസറാണ്. 10ാമത്തെ മാസത്തിൽ ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ആദ്യം കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തു. സ്തോത്രം. ബോഡി മൊത്തം സ്പ്രെഡായി. ഒടുവിൽ സ്തോത്രം 2 ഹോളുണ്ട് ഈ കുട്ടിയുടെ വയറ്റിൽ. 2 ഹോള്. ഞാൻ ചെന്ന് കാണുമ്പോൾ 2 ഹോളുണ്ട് കുട്ടിയുടെ വയറ്റിൽ. ഒന്ന് ഫുഡ് കൊടുക്കുന്നത്, ഒന്ന് ബ്ലഡ് മറ്റും എടുക്കുന്നത്. വായിക്കൂടെ കുഞ്ഞിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. സ്തോത്രം. 2 ആഴ്ച മുമ്പ് ആ കുഞ്ഞ് മരിച്ചുപോയി. ആമേൻ. എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യം, 2.5 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം. ഒരു ആൺകുഞ്ഞ്. വൈഫ് ഡോക്ടറാണ്, പുള്ളിക്കാരൻ അവിടെ ഓൺ ബിസിനസ്സാണ്. ഈ കുട്ടിയുടെ ഫ്യൂണറൽ സർവീസിൻ്റെ ലാസ്റ്റ് ടൈമിൽ ചർച്ചിൽ നിന്ന് ബോഡി സെമിട്രിയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ടുള്ളവർക്കടി ഈ ബോഡി കൊണ്ടുവന്ന ലിമോസിൻ പോലെയുള്ള ഒരു കാർ, അതിൻ്റെ ഡ്രൈവർ, വീട്ടിൽപ്പെട്ട 2-3 പേരും ഈ ഡ്രൈവർ മാത്രമാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത്. ആ ഡ്രൈവറോട് ഈ 2.5 വയസ്സുകാരൻ്റെ ബോഡി വെച്ചിട്ട് ഈ കുടുംബം സുവിശേഷം പറഞ്ഞു. ആ ബോഡി കൊണ്ടുപോകുന്ന യാത്രയിൽ ഡ്രൈവർ രക്ഷിക്കപ്പെട്ടു. സ്വോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളെ കണ്ട ഒരു മനുഷ്യൻ, 2.5 വയസ്സുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ശരിക്കും വന്ന് ചുംബിച്ച് കൊതി തീരുന്നതിന് മുൻപ് മരണം കൊണ്ടുപോയ ഒരു കുഞ്ഞിന്റെ ബോഡി വെച്ചിട്ട് ഒരപ്പനും അമ്മയും അത് കൊണ്ടുപോയ ഡ്രൈവറോട് സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, വലിയ പ്രശ്നങ്ങൾ ഉള്ളവർ പോലും അതിനെ സധൈര്യം നേരിടുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിന്നെ വലിയ പ്രോബ്ലത്തിനകത്തൂടെ ഒന്ന് ഇറക്കി വിടുവല്ല, ചെറിയ പ്രശ്നങ്ങളിലൂടെ നിന്നെ ഒന്ന് പരിശീലിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിനക്കൊന്ന് സ്വഭാവ ഗുണം വരത്തക്ക വിധത്തിൽ നിന്നെ ഒന്ന് മോൾഡ് ചെയ്ത് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമേൻ പറ. ദൈവത്തിന്റെ മോൾഡിങ്ങിനകത്ത് നിന്ന് പുറത്തു പോയാൽ തീർന്നു കേട്ടോ. അതാ പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കും, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും എനിക്കറിയാം, ഞാനത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെങ്കില് ചിലർക്ക് അതൊന്ന് റിസീവ് ചെയ്യാനായിട്ട് വലിയ മടിയാ. കാരണം അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, ഉയർത്തും, ആദരിക്കും, മാനിക്കും, നിറയ്ക്കും, ഇത് കേൾക്കാനാ നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഈ പ്രോസസ് ഭയങ്കര. നിങ്ങളത് തിരിച്ചറിയണം. ഈ പ്രോസസ്സിനകത്തൂടെ പോകുമ്പോഴാ നിങ്ങൾ റിയൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആകുന്നത്.
അതിന് പിന്നിലെ ദൈവതത്വമായ മനസ്സ് ഞാൻ പറയാം. എബ്രായലേഖനം 12:6 വായിക്കുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഓ, കേൾക്കുന്നുണ്ടോ? എന്നാ? കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ. ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ, നിങ്ങൾ പ്രോബ്ലത്തിനകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആ പ്രോബ്ലം നിങ്ങളെ പ്രാർത്ഥനാ മുറിയിലാണ് കയറ്റുന്നതെങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ആ സ്നേഹത്തിനൊന്നും നന്ദി പറയാൻ പറ്റുമോ? പാസ്റ്ററെ, ചിലർക്കുണ്ടല്ലോ, ചിലർക്ക് അതില്ലാതിരിക്കുന്ന ഒരു അഭിമാനം പോലെയാ. ഒരു പറഞ്ഞ, എടാ ഞാൻ കള്ളും കുടിക്കുന്നുണ്ട്, ഞാൻ ചർച്ചിലും വരുന്നുണ്ട്, എനിക്ക് വീസായിക്കും പ്രോബ്ലം ഇല്ല, എനിക്ക് ജോലിക്കും പ്രോബ്ലം ഇല്ല, സ്തോത്രം, എനിക്ക് പൈസയ്ക്കും പ്രോബ്ലം ഇല്ല, എന്റെ വീട്ടിൽ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. നീ ഭയങ്കര വിശ്വസ്തനാണെന്ന് പറയുന്നു, പക്ഷെ നിനക്ക് ജോലിയുടെ പ്രശ്നം, നിനക്ക് വീസായുടെ പ്രശ്നം, നിനക്ക് പൈസയുടെ പ്രശ്നം, കൊച്ചിന് കരപ്പൻ, ഭാര്യയ്ക്ക് തലവേദന, ആകപ്പാടെ പ്രശ്നം. എടാ ഞാൻ കണ്ടോ, സകല അടിക്കുകയും ചെയ്യും, എനിക്കൊരു പ്രശ്നവും ഇല്ല. സ്തോത്രം. അപ്പൊ നമ്മളിരുന്ന് ചിന്തിക്കുക, ശരിയാണല്ലോ, അവൻ അടിക്കുകയും ചെയ്യും, അവന് കുഴപ്പമില്ല, മസിൽ പിടിക്കുന്നു, എനിക്കാണ് സർവത്ര പ്രശ്നം. അതിന്റെ പിന്നിലെ ദൈവശാസ്ത്രം ഞാൻ പറയാം. നാട്ടിൽ 3 സെൻട്രൽ ജയിലുകളുണ്ട് കേട്ടോ. 1 പൂജപ്പുര, 2 വിയൂര്, 3 കണ്ണൂര്. ഇവിടെ എല്ലാം തൂക്കാൻ വിധിച്ചേക്കുന്ന പുള്ളികളുണ്ട്. ഈ പുള്ളികളെ തല്ലത്തില്ല പോലീസുകാർ, കാരണം കൊല്ലാൻ വെച്ചേക്കുക, അതുകൊണ്ടാ തല്ലാത്തത്. പിടികിട്ടുന്നുണ്ടോ? കൊല്ലാൻ വെച്ചേക്കുന്ന ഒരുത്തനെ തല്ലത്തില്ല. എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവനെ കൊല്ലാൻ വെച്ചേക്കുക, അവൻ ഗുണം പിടിക്കത്തില്ല, നരകത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഈ വാക്യം പറയുന്നു, കർത്താവ് സ്നേഹിക്കുന്നവനെ ചുടകമന ഘടകതന രഗതൽ കമന ഘടകതന ശാന്തൽ ജനാഥന രഗതൽ കമന ഘടകതൻ. അവിടുന്ന് ഒരു പാർട്ടി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇവിടെ വരെ വരുന്നത് ഞാൻ 2-3 പ്രാവശ്യം കണ്ടായിരുന്നു. സ്തോത്രം. എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. അതിനെ അങ്ങനെ വരുന്നേ, മോളായതുകൊണ്ട്. കാട്ടിലെ തടി തേവരുടെ ആന. വേറെ പിള്ളേർ കിടന്നോടിയാൽ നമുക്കെന്നതാ? ഹലോ, വേറെ പിള്ളേർ കിടന്നോടിയാൽ നമുക്കെന്നതാന്ന്? വേറെ പിള്ളേർ കുരുത്തക്കേട് കാണിച്ചാൽ നമുക്കെന്നതാ? പക്ഷെ നമ്മുടെ കൊച്ചു കാണിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആണോ? പറ, ആണോ? ഇതുപോലെ കർത്താവ് പറയുക, നീ എന്റെ സന്താനമാടാ, അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കും. ഓ ഓ ഓ സ്നേഹമില്ലെങ്കിൽ അച്ഛ ശിക്ഷയില്ല അച്ഛ, സ്നേഹമില്ലെങ്കിൽ കറക്റ്റ് ചെയ്യത്തില്ല അച്ഛ, സ്നേഹമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൂത് പറയുമ്പോ എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാൻ. ഓ ഒന്ന് വായി തുറന്ന് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി, എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി. സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കും. സദൃശവാക്യത്തിൽ 3:12 വായിക്കുന്നുണ്ട്, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഓ ഓ ഓ ആരോടാ ചെയ്യുന്നത്? ഇഷ്ടപുത്രനോട്. ഒന്നുകൂടെ പറ. അപ്പൊ നമ്മളെ കർത്താവ് ശാസിക്കുന്നുണ്ടെങ്കിൽ, സദൃശവാക്യം 3:12, നമ്മളെ കർത്താവ് ശാസിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, നമ്മൾ ഇഷ്ടപുത്രന്മാരാണ്. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് സദൃശവാക്യം കണ്ടില്ല. സങ്കീർത്തനം, സദൃശവാക്യം. സ്തോത്രം, സ്തോത്രം. ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ. ഹല്ലേലൂയ. ആരോടാ ചെയ്യുന്നത്? എല്ലാരും കൂടെ ഒന്നുകൂടെ വായിച്ചേ. അപ്പൻ. അപ്പൊ
വെയിറ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലത്തിനകത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ഒന്ന് പറഞ്ഞ നമ്മൾ ആരാ? നിങ്ങൾക്ക് ശരിക്കും ബോധ്യമാകുന്നുണ്ടോ ഈ സംഗതി? ഇഷ്ടപുത്രന്മാരാ. ജീസസ് ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ. യോബ് 5:17 വായിക്കുന്നുണ്ട്, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ പറയുന്നുണ്ട്, സർവശക്തന്റെ ശിക്ഷ നിരസിക്കരുത്. ദൈവം ശാസിക്കുന്നവൻ, ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവം സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള അവിടുത്തെ ഈ ഡിസിപ്ലിനിങ് പ്രോസസ്. ഞാൻ നിങ്ങളോട് പറയാം, അത് മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണെന്നുള്ളതിന്റെ തെളിവാ ദൈവം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. എബ്രായലേഖനം 12:7 നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. ഒന്നുകൂടെ എങ്ങനെ പെരുമാറുന്നേ? മക്കളോടെന്ന പോലെ. വാ തുറന്നു പറ, ദൈവം എങ്ങനെ പെരുമാറുന്നേ? മക്കളോടെന്ന പോലെ. എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞേ, മക്കളോടെന്ന പോലെ പെരുമാറുന്നു. നമ്മൾ ആ പ്രോസസ്സിനകത്ത് തന്നെയാണ് പ്രിയരെ. 2 ശമൂവേലിന്റെ പുസ്തകം 7:14 ദാവീദിന്റെ തലമുറയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ എൻ്റെ മകനായിരിക്കും, അവൻ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യരുടെ കൈകൾ കൊണ്ട് അടിക്കുന്നതും മനുഷ്യരുടെ വടി കൊണ്ട് അടിക്കുന്നതും ഞാൻ അവനെ ശിക്ഷിക്കും. മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ഞാൻ അവരെ ശിക്ഷിക്കും. ഞാൻ അവരെ ശിക്ഷിക്കും. ഗ്ലോറി. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ദൈവത്തിൻ്റെ ഈ ശിക്ഷണത്തിൻ്റെ മാർഗം? ദ മീൻസ് ഓഫ് ഗോഡ്സ് ഡിസിപ്ലിൻ. എന്താണ് അതിൻ്റെ മാർഗം? ഒന്ന്, തിരുവെഴുത്ത, നമ്മളെ കേൾപ്പിക്കുന്ന വചനം. ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള മെസ്സേജ് കേൾക്കാൻ താല്പര്യമില്ലെന്നേ. അനുഗ്രഹിക്കും, നിന്നെ വളർത്തും, നിങ്ങളെ വർദ്ധിപ്പിക്കും, നിങ്ങളെ ഉയർത്തും. നല്ലതാണ്, നമുക്കത് കേൾക്കുന്നത് ഒരു ഉന്മേഷം തന്നെയാണ്. വർദ്ധിപ്പിക്കും, വളർത്തും, ഉയർത്തും, മാനിക്കും, ആദരിക്കും. ആർക്കാണ് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? സ്തോത്രം. പഴയ നിയമത്തിലൊരു വാക്യം ഓർത്തു വെച്ചോണം, പ്രവചിക്കുന്നവൻ വ്യാജം പ്രവചിക്കുന്നു, എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. ജനത്തിനറിയാൻ ചുമ്മാ തട്ടിവിട്ടതാണെന്ന്, എന്നാലും കേൾക്കാൻ സുഖമുള്ളത് കൊണ്ട് നമ്മളത് കേട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനോട് താല്പര്യമില്ല. ആമേൻ. പക്ഷേ ബൈബിൾ തിരുത്തുന്നതാ. 2 തിമോഥെയോസ് 3:16-17 അത് പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും. നോക്കിക്കേ, ശാസനയുണ്ട് അതിനകത്ത്, ഗുണീകരണമുണ്ട്, അതിൽ നീതിയുടെ അഭ്യസനമുണ്ട്. തിരുവെഴുത്തുകളുടെ അകത്ത് ബൈബിൾ തിരുത്തും. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയം പറഞ്ഞാട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ദൈവത്തിന്റെ അടുത്തൊരു ടൂള. തെറ്റേത് ശരിയേത് നമ്മളോട് പറയുന്ന, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ അടുത്ത ഒരു മാർഗമാണ് ഗ്രേസ്. കൃപ ശിക്ഷിക്കുന്നു എന്നൊരു വാക്യമുണ്ട്, അറിയോ? ആർക്കെങ്കിലും പറയാമോ വാക്യം എവിടെയാണ്? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11, 12, 13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കൃപ നമ്മളെ ശിക്ഷിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് ഗ്രേസ്. എല്ലാവരും പറയുന്നു ഗ്രേസ് വർദ്ധിപ്പിക്കും. ശരി, പക്ഷെ ഗ്രേസ് ശിക്ഷിക്കുകയും കൂടെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ എന്നെ ഡിസിപ്ലിൻ ചെയ്യണം? നമ്മൾ ഡിസിപ്ലിൻ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കൃപയ്ക്കകത്താണ്. നമ്മൾ ഡിസിപ്ലിൻ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ കർത്താവ് തള്ളിക്കളഞ്ഞതാണ്.
ഇന്ന് രാത്രി ഈ ഹാളിനകത്തും അടുത്ത ഹാളിനകത്തും ഇരിക്കുന്ന, അടുത്ത ഹാളിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല, എത്ര പേരുണ്ടെങ്കിലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, കർത്താവേ, എന്നെ അവിടുന്ന് സ്പർശിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? വായി തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിര്. പല സന്ദർഭങ്ങളിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആയ ഒരു മേഖലയാണ്. പല സമയങ്ങളിൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു മേഖല, നമ്മൾ പിറുപിറുത്ത ഒരു മേഖല. കർത്താവിനോട് പറ, എൻ്റെ കർത്താവേ, എനിക്ക് മനസ്സിലായി, എന്നെ ശാസിക്കണം, എന്നെ ശിക്ഷിക്കണം. അങ്ങയുടെ സ്നേഹത്തിനകത്ത് തന്നെയാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും ഞാൻ അതിനെ തിരിച്ചാ ചിന്തിച്ചത്. ദൈവം എന്നെ കൈവിട്ടു എന്ന് ഞാൻ ചിന്തിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് ഞാൻ ചിന്തിച്ചു, ദൈവം എന്നെ ഓർക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചു, ഞാനൊരു അപമാനമാകുമെന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് ഇന്ന് മനസ്സിലായി, കർത്താവേ, അങ്ങനെ കൈവിട്ടിട്ടില്ല. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും? എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരൊക്കെ അതിരം തുറന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. അപ്രതീക്ഷിതമായി വന്ന ചില വേദനയുടെ സാഹചര്യങ്ങൾ, അപ്രതീക്ഷിതമായി വന്ന ചില നൊമ്പരങ്ങൾ, അപ്രതീക്ഷിതമായി വന്ന ചില സാഹചര്യങ്ങൾ എൻ്റെ ദൈവമേ അങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനതിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഇപ്പോഴും അങ്ങയുടെ സന്നിധാനത്തിലാണെന്ന്, അങ്ങനെ കൈവിടാത്തത് കൊണ്ടാണ് അങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും? ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എന്ന് വാ തുറന്ന് ഒരുമിച്ച് പ്രാർത്ഥിരെ. ഒത്തിരി നന്ദി പറയുന്നു. എത്രത്തോളം അതരം തുറന്ന് പ്രാർത്ഥിക്കാം, അത്രത്തോളം അതരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ ചില വഴികൾക്കൊന്ന് നന്ദി പറഞ്ഞാട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവം പുലർത്തിയ ചില കരുതലുകൾക്ക് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആരോ പറഞ്ഞു ദൈവം നിന്നെ കൈവിട്ടതാണെന്ന്. ഇന്ന് രാത്രി തിരിച്ചു പറ, അല്ല, ദൈവം എന്നെ കൈവിട്ടതല്ല, കൈവിടാഞ്ഞതുകൊണ്ട്. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. എല്ലാവരും എഴുന്നേറ്റുന്നേ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി ഓ ദേവാ, സന്നാഹമോടെ സ്തുതി പാടിടും. ഒന്നുകൂടെ പാടിക്കേ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ കുറ്റം നിർത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. പറ്റുമെങ്കിൽ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്. കഴിഞ്ഞ നാളുകളിൽ അപ്പൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്നുള്ള വചനമുണ്ടായിട്ടും എത്രയോ പ്രാവശ്യം ദൈവം നമ്മെ കറക്റ്റ് ചെയ്യുവാൻ ശ്രമിച്ച ഇടങ്ങളിൽ നമ്മൾ പിറുപിറുപ്പുകാരായി. നമ്മൾ എത്രയോ സമയം അപ്പൻ ശാസിച്ചപ്പോൾ നമ്മൾ മുഷിഞ്ഞുപോയി. ഇന്ന് രാത്രി വായി തുറന്ന് കർത്താവിനോട് പറ, ഇല്ല കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ ചെയ്തു പോയതാ. ഇല്ല, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ മാത്രമല്ല, എന്റെ തലമുറകളെ,
എന്റെ തലമുറകളെ, എന്റെ കൊച്ചുമക്കളെ. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കാം? ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ. നിർത്തരുത്. വായി തുറന്ന് പ്രാർത്ഥിരേ, വായി തുറന്ന് പ്രാർത്ഥിരേ. കഴിഞ്ഞ 1.5 മണിക്കൂറായി ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗത്തിന്റെ ബാക്കി പത്രം എന്താണ് എന്ന് ചോദിച്ചാൽ, അവൻ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് വിഘ്നം കൂടാതെ നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നുവെന്നുള്ളതാ. ചില പിറുപിറുപ്പുകൾ ഇന്ന് രാത്രി ചില വ്യക്തികളെ വിട്ട് പുറത്തു പോകുന്നു. ആരോ ചിന്തിക്കുന്ന ഈ പ്രശ്നം എന്നെ കൊല്ലാൻ വന്നതാ, ആരോ പറയുന്നു ഈ പ്രതിസന്ധി എന്നെ തീർക്കാൻ വന്നതാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, അല്ല കേട്ടോ, ആ പ്രശ്നത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ വിഷമസന്ധിക്ക് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ആ പ്രശ്നത്തിന് നിങ്ങൾക്കൊരു ശവപ്പെട്ടി പണിയാനുള്ള കരുത്തില്ല. ആ പ്രശ്നത്തിന് നിങ്ങളെ നശിപ്പിക്കുവാനുള്ള കെൽപ്പില്ല. ഓ റഖബ ശകൽ കമനഘടകത്തിന് അർത്ഥം ഇതാ പറയുന്നത്, സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാ, നിന്റെ കണ്ണുനീരിനെ, നിന്റെ വേദനയെ, നിന്റെ പ്രതിസന്ധിയെ ദൈവം നന്മയിലേക്ക് തിരിക്കുന്നു, നന്മയിലേക്ക് തിരിക്കുന്നു. നിങ്ങളൊരു നിഗളിയായി പോകാതിരിപ്പാൻ അപ്പൻ ഒരു ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ ചിലപ്പോഴൊക്കെ വന്ന് ശാസിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഉമിണ്ടു പോകാതിരിപ്പാൻ, ഒമിറ്റ് ചെയ്ത് കളയാതിരിപ്പാൻ ചില സന്ദർഭങ്ങളിൽ കർത്താവെന്ന് ബാലൻസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. വായി തുറന്ന് എല്ലാവരും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ചിലതൊക്കെ ഇന്ന് രാത്രി നന്മയിലേക്ക് തിരിയട്ടെ. എബനേസർ ദൈവസഭയുടെ 1-ാം ദിവസത്തെ കൺവെൻഷൻ ഇവിടെ അവസാനിക്കുമ്പോ ചില കാര്യങ്ങൾ ദൈവം നന്മയിലേക്ക് തിരിക്കുന്നു. ഞാൻ വീണ്ടും ആ വാക്ക് പ്രവചിച്ചു പറയാ, ചിലത് നന്മയിലേക്ക് തിരിയുന്നു. ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു, നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ പരിശുദ്ധാത്മാവ് നന്മയിലേക്ക് തിരിക്കുന്നു. വാ തുറന്ന് പ്രതികരിച്ചേ, വാ തുറന്ന് പ്രതികരിച്ചേ, വാ തുറന്ന് പ്രതികരിച്ചേ. ആരോ പറഞ്ഞു നിങ്ങൾ വീണുപോയി, ആരോ പറഞ്ഞു നിങ്ങൾ ഇനി എഴുന്നേൽക്കത്തില്ല, ആരോ പറഞ്ഞു നിങ്ങൾ ഇനി രക്ഷപ്പെടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ, ദൈവവചനത്തിന് മുമ്പിൽ നിങ്ങൾ സറണ്ടർ ആകുകയാണെങ്കിൽ ഞാൻ പ്രവചിച്ചു പറയാം, പരിശുദ്ധാത്മാവ് അതിനെ തിരിക്കുന്നു. നന്മയിലേക്ക് അത് തിരിഞ്ഞു വരുന്നത് പോലെ, ഉച്ചത്തിൽ പ്രാർത്ഥിരെ, നന്മയിലേക്ക് അത് തിരിഞ്ഞു വരുന്നത് പോലെ. എത്ര പേര് ആത്മാവിലെ വാക്കുകൾ റിസീവ് ചെയ്യും? ആ പ്രശ്നം നന്മയിലേക്ക് തിരിയുന്നു. ആ പ്രശ്നം ചില വാഗ്ദത്തങ്ങളിലേക്ക് തിരിയുന്നു. ആ പ്രശ്നം ചില കരുതലുകളിലേക്ക് തിരിയുന്നു. ആ പ്രശ്നം ചില അത്ഭുതങ്ങളിലേക്ക് തിരിയുന്നു. ആ പ്രശ്നം ചില ദൈവ പ്രവൃത്തികളിലേക്ക് തിരിയുന്നു. യേശുവിന്റെ നാമത്തിൽ വായി തുറന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. മടിപ്പിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ, പിറുപിറുപ്പ് ഉണ്ടാക്കുന്ന ദുർഭൂത സ്വാധീനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊളിയുന്നു. കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ ആത്മനിറവിൽ ഒരുമിച്ച് ജനം കർത്താവിനെ ആരാധിച്ചാട്ടെ. ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. ഈ 1-ാമത്തെ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ യോഗത്തിന്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ യോഗത്തെ ഏറ്റെടുക്കുന്നു. വായി തുറന്ന് പ്രാർത്ഥിച്ച്, വായി തുറന്ന് പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ തലമുറകളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നത് പോലെ ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. കർത്താവ്, എന്റെ പ്രാർത്ഥന കുറവുണ്ടായിട്ട് എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി. എന്റെ ആരാധനയിൽ പരാജയം വന്നിട്ട് എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി. ഞാൻ അവിശ്വസ്തനായിട്ട് എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി. അടിയേനിതാ ദേവാ പഠിക്കേ. അടിയേനിതാ ദേവാ, ഓ അടിയേനിതാ ദേവാ. അടിയേനിതാ ഒന്നുകൂടെ പഠിക്കേ. അടിയേനിതാ ദേവാ, ഓ അടിയേനിതാ. രഗബഹദൽ കമനഗദഗദ, ഓ
അടിയനിതാ ദേവാ അടിയൻ. വീണ്ടും പാടിക്കേ, വീണ്ടും പാടിക്കേ. അടിയൻ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ. ഓ അടിയനിതാ ദേവാ അടിയനിതാ. ഒരുമിച്ച് കരങ്ങളടിച്ച് നമ്മൾ പാടാൻ പോകുകയാണ്. പാപിയായിരുന്നെന്നെ രക്ഷിപ്പന യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പന യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-അതിശ്രേഷ്ഠനവൻ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-അതിശ്രേഷ്ഠനവൻ. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തുമെൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി വഴി നടത്തിടുന്നു. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി വഴി നടത്തും. അവനെന്നെ രക്ഷിക്കും, അവനെന്നെ രക്ഷിക്കും, കൊടിക്കീഴത്തെ നിത്യം നടത്തിടുന്നു. അവനെന്നെ രക്ഷിക്കും, അവനെന്നെ രക്ഷിക്കുന്ന കൊടിക്കീഴത്തെ നിത്യം നടത്തും. യേശുവിൻ നാമം, യേശുവിൻ നാമം, ഓ യേശുവിൻ നാമം ജീവിതത്തിലേക്ക് ആശ്രയമേ. ഓ ഞാനെന്ന് സ്തുതിക്കും, എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്ന് സ്തുതിക്കും, യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനറിഞ്ഞു യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ അവനെന്നെ അണച്ചു, അവനെന്നെ താങ്ങിവൻ ഭുജബലത്താലെന്നെ നടന്നു. സമാധാനമില്ലാതെ ഞാനറിഞ്ഞു യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവനെന്നെ അണച്ചു, അവനെന്നെ പാതിത ഭുജബലത്താലെന്നെ അണച്ചു. ഓ അവനെന്നെ അണച്ചു, യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഓ ഞാനെന്ന് സ്തുതിക്കൂ,
ഒരു 30 സെക്കൻഡ് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ പലയിടങ്ങളിൽ പഠിക്കുന്നു, പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്റെ കർത്താവെ, കൃപ വിട്ടു പോകാതിരിപ്പാൻ എന്റെ തലമുറകളെയും അങ്ങ് ഡിസിപ്ലിൻ ചെയ്യണം. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര്? പക്ഷെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ തലമുറയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന പ്രാർത്ഥനയായിരിക്കും. കർത്താവേ, എന്നെ മാത്രമല്ല എന്റെ തലമുറയെ ഡിസിപ്ലിൻ ചെയ്തു കൊള്ളണമേ. ആത്മാവിലൊന്നും പ്രാർത്ഥിയിലെ പ്രിയരെ, ആത്മാവിലൊന്നും പ്രാർത്ഥിയിലെ. നാം കൊള്ളരുതാത്തവരായി തീരാതിരിക്കും, നാം കൊള്ളരുതാത്തവരായി പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യട്ടെ. പ്രിയ പിതാവേ, ആ വചനത്തിന് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ പലപ്പോഴും ആവലാതി പറയുന്നവരും വെറുപ്പുകാരും. ഞങ്ങൾക്ക് മനസ്സിലായി ദൈവത്തിന് ഞങ്ങളെ കൊണ്ടൊരു പദ്ധതിയുണ്ട്. ഞങ്ങൾ വിധേയപ്പെടുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ ആകമാനമായി മാറ്റിയെടുക്കുന്നു. ഞങ്ങളെ ഡിസിപ്ലിൻ ചെയ്യണമേ. വീട്ടിലെത്തുവോളം ഞങ്ങളെ ഡിസിപ്ലിൻ ചെയ്യണം. ഞങ്ങളുടെ കണ്ണടയുവോളം ഞങ്ങളെ ഡിസിപ്ലിൻ ചെയ്യണേ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനെന്ന് വായിക്കുന്നു. ആ അന്തത്തിൽ ഞങ്ങൾ എത്തുന്നത് വരെ ഞങ്ങളെ കർത്താവ് ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടേയിരിക്കണമേ. സ്വർഗം അത് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദയവായി ഇരുന്നാട്ടെ. തുടർന്ന് ദൈവദാസൻ.